വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, ഇതവർക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയ നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി ഇത് എഴുതിയിരിക്കുന്നു. എബ്രായ ലേഖനം 13-ാം അധ്യായം 7-ാം വാക്യം, നിങ്ങളുടെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ, അവിടെ ജീവാവസാനം ഓർത്ത് അവിടെ വിശ്വാസം അനുകരിപ്പീൻ. ഇപ്പം 2 അവസാനങ്ങളുണ്ട്. ഒന്ന് ലോകാവസാനം, 2 ജീവാവസാനം. ഒന്നുകൂടെ പറയാം, 1 ജീവാവസാനം, 2 ലോകാവസാനം. ജീവാവസാനം നമുക്കറിയാം, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ ലോകാവസാനം ഇതുവരെ കണ്ടിട്ടില്ല. ലോകാവസാനം ഉണ്ടെന്ന് പറഞ്ഞത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു നേതാവല്ല, പോഷ്കു പറയാത്തവനും അതിനാവശ്യമില്ലാത്തവനുമായ നസ്രയനായ യേശുവാണ്. യേശു കർത്താവ് പറഞ്ഞതുകൊണ്ട് അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കൈ ഉയർത്തിയ ശക്തിയോടെ സ്തോത്രം പറയും. ഞാൻ ജംഗ്ഷനിലാണ് നിൽക്കുന്നത്, എനിക്കറിയാം. ഇവിടെ ഇരിക്കുന്ന കൂടുതലും ദൈവമക്കളാണ്. പക്ഷേ എൻ്റെ പ്രഭാഷണം ഇന്ന് നിങ്ങളെ മാത്രം ഉദ്ദേശിച്ചല്ല, പുറത്ത് നമ്മളെ കേൾക്കുന്നവരെ ഉദ്ദേശിച്ചാണ്. ഞാൻ കൂടെ പറയാറുണ്ട്, വീട്ടുകാരോടൊരു കാര്യം പറയാൻ വീടിൻ്റെ മുറ്റത്തിറങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല, മൈക്ക് വെച്ച് കെട്ടേണ്ട കാര്യമില്ല. മൈക്ക് വെച്ച് കെട്ടുന്നെങ്കിൽ, വീടിൻ്റെ മുറ്റത്ത് ഇറങ്ങി നിൽക്കുന്നെങ്കിൽ അത് നാട്ടുകാരോട് പറയാൻ. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇന്ന് വീട്ടുകാരോട് പറയേണ്ടതുപോലെ നാട്ടുകാരോട് പറയേണ്ടത് പലതും വീട്ടുകാരോടും പറയുകയാണ്. ഇതൊരു സുവിശേഷ യോഗമാകിയാൽ അവർക്കൂടെ മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സുഹൃത്തുക്കളെ, ലോകാവസാനം ഉണ്ടെന്ന് പറഞ്ഞത് നസ്രയനായ യേശുക്രിസ്തുവാണ്. പോഷ്കു പറയാത്തവനും അതിനാവശ്യമില്ലാത്തവനുമായി നസ്രയനായ യേശുവാണ്. മരണം കൊണ്ട് ജീവിതം അവസാനിക്കത്തില്ലെന്ന് പറഞ്ഞതും ഇവിടുത്തെ ഒരു നേതാവല്ല, യേശു കർത്താവാ. യേശു എന്താ പറഞ്ഞേ? ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുന്ന നാഴിക വരുന്നു. യോഹന്നാൻ 5:28-25 ഇപ്പം പറഞ്ഞു 28. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറയിലെല്ലാവരും അവന്റെ ശബ്ദം കേൾക്കുകയും നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യും. ഒന്നിൽ യേശു കള്ളം പറഞ്ഞു, അല്ലെ യേശു സത്യം പറഞ്ഞു. നമ്മുടെ കർത്താവ് പോഷ്കു പറയാത്തവനാകിയാൽ അത് സംഭവിച്ചിരിക്കും. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാർ കർത്താവിൻ്റെ അരികിൽ വന്ന് കർത്താവിനോട് ചോദിച്ചു, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളമെന്ത്? മത്തായി സുവിശേഷം 24-ാം അധ്യായം 3-ാം വാക്യമാണ്. അപ്പോൾ നമ്മുടെ കർത്താവ് ലോകാവസാനം ഇല്ലെന്നല്ല പറഞ്ഞത്, 10ഓളം അടയാളങ്ങൾ കർത്താവ് പറഞ്ഞു. അനേക കള്ളക്രിസ്തുക്കൾ എഴുന്നേൽക്കും, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രീയെയും കുറിച്ച് കേൾക്കും, ജാതിയോടും രാജ്യം എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും, അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുക്കും, രാജ്യത്തിൻ്റെ സുവിശേഷം എല്ലാവരും പ്രസംഗിക്കപ്പെടും, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും, മനുഷ്യർ പേടിച്ച് നിർജീവന്മാരാകും, ആകാശത്തിലെ ശക്തികൾ ഇളകും. അങ്ങനെ അനേക ഉദാഹരണങ്ങൾ, അടയാളങ്ങൾ പറഞ്ഞിട്ട് കർത്താവ് 24:14 പറഞ്ഞു, അപ്പോൾ അവസാനം വരും. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് സ്വർഗരാജ്യത്തെക്കുറിച്ച് 7 ഉപമകൾ പറയുകയുണ്ടായി. ആ 7 ഉപമയിൽ 3 തവണ അങ്ങനെ തന്നെ ലോകാവസാനത്തിലും സംഭവിക്കും, അങ്ങനെ തന്നെ ലോകാവസാനത്തിലും സംഭവിക്കുമെന്ന് പറഞ്ഞു. ലാസ്റ്റ് കമാൻഡ്മെന്റ്, നമ്മുടെ കർത്താവിൻ്റെ അന്ത്യകൽപ്പന നമുക്കറിയാം. മത്തായി സുവിശേഷം 28-ാം അധ്യായം 18-ാം വാക്യമാണ്. എന്താ അവിടെ ഇരിക്കും? നിങ്ങൾ ഭൂലോകത്തിലേക്കും പോയി സകല ശിഷ്യോടും സുവിശേഷം പ്രസംഗിപ്പീൻ. ഞാനോ ഒന്ന് പറയുന്ന പുനലൂക്കാരെ അല്ല, അതിൽ കൂടെ വായിക്കണ്ട സിസ്റ്റർ, എല്ലാവരും ഒന്ന് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും. സഹോദര, നിങ്ങൾ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, ഈ ലോകത്തിനൊരു അവസാനമുണ്ട്. 2 അവസാനങ്ങൾ, ഒന്നിൽ ജീവാവസാനം അല്ലെങ്കിൽ ലോകാവസാനം. ഇത് രണ്ടും ഇമിനൻ്റ് ആയിരിക്കും, പെട്ടെന്നായിരിക്കും. ഒന്നുകിൽ നിങ്ങൾ വിചാരിക്കാത്ത സമയത്തിന് നിങ്ങളുടെ ജീവിതത്തിന് തിരശ്ശീല വീഴും, ഇല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കാത്ത സമയത്ത് ലോകത്തിന് തിരശ്ശീല വീഴും. വിശുദ്ധ ബൈബിൾ പറയുന്നു, അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുന്ന പോലെ പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും, ആർക്കും തെറ്റി ഒഴിയാവുന്നതുമല്ല. ലോകത്തിനൊരു പ്രതീക്ഷയുണ്ട്, അത് നാളെ നീളെ ലോകമിങ്ങനെ മുമ്പോട്ട് പോകുമെന്നാണ്. എന്നാൽ ദൈവമക്കളായ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്,
ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. സ്തോത്രം. ലോകത്തിന്റെ ചിന്താഗതി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഉടനെയെങ്ങും ഒന്നും സംഭവിക്കില്ലെന്നാണ്. എന്നും സൂര്യൻ കിഴക്കുദിക്കും, എന്നും സൂര്യൻ പടിഞ്ഞാറസ്തമിക്കും. നാളെ നീളെ ഈ ലോകം ഇങ്ങനെ മുമ്പോട്ട് പോകുമെന്നാണ്. എന്നാൽ ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങളുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് കൈ ഉയർത്തിയാട്ടി സ്തോത്രം പറഞ്ഞേ. ശ്രദ്ധിക്കൂ, ലോകാവസാനത്തെക്കുറിച്ച് ലോകരുടെ ചിന്ത പോലെയാണ് ജീവാവസാനത്തെക്കുറിച്ച് നമ്മുടെ ചിന്തകൾ. അതായത് വല്ലവരുടെയും മരണവാർത്തയൊക്കെ പറയാനും കേൾക്കാനും നമുക്കിഷ്ടമാണേലും നമ്മൾ മരിക്കുമെന്നോ നമ്മളെ അടക്കുമെന്നോ നമ്മൾ ചിന്തിക്കാറില്ല. ഇപ്പോഴേ പേടി തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ ആരെങ്കിലും ഇരിക്കുന്നവർ ഇങ്ങനെ പെട്ടിപ്പലയെ കയറി കിടക്കല്ല നമ്മളെ കിടത്തുന്നതും, ചുറ്റും കൂടിയിരുന്ന് സമയമാനത്തിൽ പാടുന്നതും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൗഡർ കുടഞ്ഞിടുന്നതും, സ്പ്രേ അടിച്ച് തരുന്നതും സ്വപ്നം കാണാറുണ്ടോ? നമ്മൾ ഒത്തിരി കുടഞ്ഞിട്ട് കൊടുത്തതല്ലേ? നമ്മൾ ഒത്തിരി സ്പ്രേ അടിച്ചതല്ലേ? അഥവാ അങ്ങനെ കാണും ഒന്ന് കണ്ടാൽ ഉടനെ നമ്മൾ രക്തത്തോൾ ജയം പറഞ്ഞു മാറും. എത്ര രക്തത്താൽ ജയം പറഞ്ഞാലും ഒരു ദിവസം പോയേക്കത്തുള്ളൂ. സത്യം പറഞ്ഞാൽ പിന്നിപ്പാസെ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഒന്ന് കണ്ടാ ഈ ജനറൽ ബോഡിയും കമ്മിറ്റിയുടെ അടിയൊക്കെ കുറച്ചൊന്ന് കുറയും. സ്തോത്രം, സ്തോത്രം. ഈ വെസ്റ്റ്മിനിസ്റ്റർ ആബി വളരെ പ്രസിദ്ധമാണ് ഇംഗ്ലണ്ടിലെ. ഞാൻ അവിടെ പോയി 2-3 വട്ടം നിന്നിട്ടുണ്ട്. ആ വെസ്റ്റ്മിനിസ്റ്റർ ആബിയുടെ ഒരു പ്രത്യേകത, അവിടെ അടക്കാൻ വളരെ വിലപ്പെട്ടവരുടെ വലിയ വലിയ ആളുകളെ അവിടെ അടക്കിയിട്ടുള്ളൂ. പക്ഷെ അവിടെ അടക്കുന്നവരുടെ ആഗ്രഹപ്രകാരം അവർക്കിഷ്ടമുള്ള വാചകം അവരുടെ ശവക്കല്ലർ എഴുതി വെക്കാം. ഇപ്പോൾ ഒരു ക്യാബറേ നർത്തകി മാനസാന്തരപ്പെട്ട് മരിച്ചു. അപ്പം ആ കല്ലറയുടെ മേളിൽ അവിടെ ഇഷ്ടമുള്ള വാചകം എഴുതി വെച്ചിട്ടുണ്ട്. അവൾ എഴുതി വെച്ചേക്കുന്നത് എന്തറിയാമോ? ഒരു 50 വർഷം മുമ്പ് ഞാൻ നിങ്ങളെപ്പോലെയായിരുന്നു, ഒരു 50 വർഷം കഴിഞ്ഞാൽ നിങ്ങളും എന്നെ പോലെയാകും. ഇനിയെങ്കിലും ശവമടക്കിന് പോയി കല്ലറ ചെല്ലുമ്പോൾ ഓർത്തോണം, അവിടെ കിടക്കുന്ന കല്ലറകളെല്ലാം നമ്മോട് പറയുന്നു, ഒരു 20 വർഷം മുമ്പ്, 30 വർഷം മുമ്പ്, 10 വർഷം മുമ്പ് ഞാൻ നിങ്ങളെപ്പോലെയായിരുന്നു. ഒരു 15 വർഷം കഴിഞ്ഞാൽ, 20 വർഷം കഴിഞ്ഞാൽ, 10 വർഷം കഴിഞ്ഞാൽ, ചിലപ്പോൾ 2 മാസം കഴിഞ്ഞാൽ, ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പോലെയാവും. ഈ ഡെഡ് ബോഡി ഇങ്ങനെ ഇടുന്നു, നമ്മളൊക്കെ ഗമേ വന്നിങ്ങനെ നോക്കിയിട്ട് പോകും. ഞങ്ങളൊക്കെ എന്തുമാത്രം ശവസംസ്കാരം നടത്തുന്നവരാ. സെൻട്രൽ പാസ്റ്ററായാൽ അങ്ങനെ ഒരു ഗുണമുണ്ട്, ഒത്തിരി ചാവ് അടക്കാം. അപ്പം ഈ ഡെഡ് ബോഡി ഇങ്ങനെ ഇട്ടിരിക്കുന്നു, ഇങ്ങനെ വരുന്നു, നോക്കുന്നു, പോകുന്നു, വരുന്നു, നോക്കുന്നു. വരവും നിപ്പും പോട്ടും ഒക്കെ കണ്ട IAS ഓഫീസർ നോക്കുന്ന പോലെ. പക്ഷെ ഇത് കണ്ടുകൊണ്ടൊരു ചിന്തകൻ പറഞ്ഞു, നാളത്തെ ശവം ഇന്നത്തെ ശവത്തിന് മുമ്പിൽ നിൽക്കുന്നെന്ന്. പേടിക്കൊന്നും വേണ്ട. ഇനിയെങ്കിലും ശവസംസ്കാരത്തിന് പോകുമ്പോൾ ഓർത്തോണം, നാളത്തെ ഡെഡ് ബോഡിയാ ഇന്ന് ഈ ഗമേ വന്ന് നിൽക്കുന്നത്. ഈ മരണത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് എന്തായാലും പേടിച്ചല്ലോ, പേടിച്ചാലും ഗുണപ്പെട്ടാൽ മതി. മരണത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് അറബികളുടെ ഇടയിലൊരു കഥയുണ്ട്. ആ കഥ, അറബിയുടെ ഭൃത്യൻ സാധനം വാങ്ങാൻ ചന്തയിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ മരണദൂതൻ അവിടെ നിൽക്കുന്നു. ഇവൻ മരണദൂതനെ കണ്ടതും സഞ്ചി ഇട്ടൊരു ഒറ്റ ഓടി കിതച്ച് അറബി അടുക്കൽ വന്നു. അറബി വെച്ച്, നീ എന്താണ് സാധനം വാങ്ങാതെ വന്നേ? അത് അറബി പറഞ്ഞു, ദേ മരണദൂതൻ അവിടെ നിന്ന് എന്നെ നോക്കി കണ്ണുരുട്ടി കാണിച്ചു, എന്നെ പേടിപ്പിച്ചു. അപ്പൊ അറബി പറഞ്ഞു, നീ പേടിക്കണ്ട. അറബിക്കുള്ള ഏറ്റവും വേഗത കൂടിയ കുതിരയെ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഓടിക്കോ, രക്ഷപ്പെട്ടോ, ദാസ് ഐലൻഡിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ സൂര്യാസ്തമനത്തിന് മുമ്പ് ചെല്ലണം, കാരണം കുതിരയ്ക്ക് ഹെഡ്ലൈറ്റ് ഇല്ലല്ലോ, 5 മണിക്ക് മുമ്പ് അവിടെ ചെല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ അറബിയുടെ ഭൃത്യൻ ഏറ്റവും വേഗത കൂടിയ കുതിരപ്പുറത്ത് കയറി ദാസയിലേക്ക് പാഞ്ഞു. അറബി നേരെ ചന്തയിൽ ചെന്നു. അപ്പോഴും മരണദൂതൻ പോയിട്ടില്ല, മരണദൂതൻ അവിടെ നിൽക്കുക. അറബി എന്ന് ചോദിച്ചു, നീ എന്തിനാ എൻ്റെ ഭൃത്യനെ കണ്ണുരുട്ടി പേടിപ്പിച്ചേ?
ഉടനെ മരണം പറഞ്ഞു, ദൂതൻ പറഞ്ഞു, ഞാനവനെ പേടിപ്പിച്ചു ഒന്നുമില്ല, ഞാനവനെ ഒന്ന് നോക്കിയെന്നുള്ള. ശരിയാ, നോക്കാനൊരു കാര്യമുണ്ട്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ശേഷം എനിക്കവനെ സൈലന്റിൽ വെച്ച് പിടിക്കേണ്ടതാ. കത്തിയില്ല. അവൻ ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. ഇവിടെ നിന്നാൽ എങ്ങനെ അവിടെ വെച്ച് പിടിക്കാമെന്ന് ഞാൻ ചിന്തിച്ചതാണ്. 5:30 മണിക്ക് സൈലന്റിൽ വെച്ച് പിടിക്കേണ്ട അറബിയുടെ ഭൃത്യൻ ചന്തയിൽ ചെന്നിട്ട് സാധനം പോലും വാങ്ങാതെ സഞ്ചി ഇട്ടിട്ട് ഓടി വന്ന് ഏറ്റവും വേഗതയുള്ള കുതിരപ്പുറത്ത് കയറി അങ്ങോട്ട് ഓടിയിരിക്കുക. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഞാൻ മരണത്തെ തോൽപ്പിച്ചെന്നൊക്കെ. മരണത്തെ തോൽപ്പിച്ച ഒരുവനുണ്ട്, ഒരുവനേയുള്ളൂ, നാസറേയനായ യേശുവത്രേ. തൽക്കാലം രക്ഷപ്പെട്ടെന്ന് പറയാം. എന്നാൽ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ നിനക്ക് തരുവാൻ അധികാരമുള്ള ഒരുവനുണ്ട്. അവൻ നാസറേയനായ യേശു ക്രിസ്തുവാണ്. അവനോട് വന്നിട്ടുണ്ട്. കൈയൊന്നടിച്ച് വായം തുറന്ന് ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചാട്ട്. എല്ലാവരും കരമടിച്ച് ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. ഈ രാത്രി ഞങ്ങൾ നാട്ടുകാരോട് പറയാം, ക്യാൻസർ വന്ന് മരിക്കുമെന്ന് പറഞ്ഞവർ, ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുമെന്ന് പറഞ്ഞവർ ഇതിനകത്തിരുന്ന് സ്തോത്രം പറയുന്നുണ്ട്. കാരണം ജീവന്റെ മേലും മരണത്തിന്മേലും അധികാരമുള്ളവനെയാണ് ഞങ്ങൾ സേവിക്കുന്നത്. ശക്തിയോടെ എല്ലാ ദൈവമക്കളെ കൈകളടിച്ച് വാതറും ദൈവത്തെ സ്തുതിച്ചാണ്. മക്കളെ, ഈ ഫീഡ്ബാക്ക് ആരാ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഈ ഫീഡ്ബാക്ക് കൊടുക്കുക. ഇത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഫീഡ്ബാക്ക് നല്ലല്ലോ വെച്ചതാ. സ്തോത്രം. ഈ ഡൽഹിയിൽ ഒരു വട്ടം മനുഷ്യപിശാചുക്കളാൽ ആക്രമിക്കപ്പെട്ട ഒരു പെങ്കൊച്ച്, അവിടെ പേര് പത്രക്കാരെല്ലാം കൂടെ നിർഭയ എന്നിട്ട് നിർഭയ, ഒരു വലിയ പ്ലെയിൻ ഹോസ്പിറ്റലാക്കി മാറ്റി. ഡൽഹി ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടേഴ്സ് അതിനകത്ത് കയറി അവിടെ ജീവൻ രക്ഷിപ്പാനായി സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയി. വളരെ പ്രസിദ്ധമായ അമേരിക്കക്കാരാൽ നടത്തുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്. ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, അവിടെ നിന്നിട്ടുണ്ട്, വാതിലിൽ പോയിട്ടുണ്ട്. പക്ഷേ ആ ജീവനെ പിടിച്ചു നിർത്താൻ നോക്കിയിട്ട് ഒത്തില്ല. ആ വിലപ്പെട്ട ജീവൻ പറന്നകന്നു. അപ്പോൾ അവിടുത്തെ പീഷ്കരൻ മലയാള മനോരമയ്ക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തു. സൺഡേ സപ്ലിമെന്റിൽ നമ്മളെല്ലാം വായിച്ചു. അമേരിക്കൻ ഡോക്ടർ പറഞ്ഞ ആദ്യത്തെ വാചകം കേൾക്കണോ? ജീവന്റെ ഉടമസ്ഥൻ ജീവനെ ചോദിച്ചാൽ വൈദ്യശാസ്ത്രത്തിന് യാത്രാമൊഴി ചൊല്ലാനേ കഴിയൂ. ഈ രാത്രി ഞാൻ നിങ്ങളോട് പറയാം, ദൈവവൈതലേ, നിങ്ങൾ വാരി വിഴുങ്ങുന്ന ഗുളികയുടെ ശക്തിയോ നിങ്ങളെ നോക്കുന്ന ഡോക്ടറുടെ നൽപ്പോ ഹോസ്പിറ്റലിന്റെ വലിപ്പമോ കൊണ്ടല്ല ഈ രാത്രി ഇവിടുന്ന് സ്തോത്രം പറയുന്നത്. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി തീരാത്തത് കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നവർ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. വാതുറന്ന് കരമടിച്ച് എല്ലാവരും ശക്തിയോടെ അല്പസമയം ദൈവത്തെ സ്തുതിച്ച. മക്കളെ, കൈയൊന്ന് അടിച്ചു തുടങ്ങ്. മോനെ, വായം തുറക്ക്, കൈയൊന്ന് ഉയർത്തി ദൈവത്തിനെ ആരാധിച്ചോ. ഈ രാത്രി ഞാൻ പറയാം, കൈയൊന്ന് ഉയർത്താൻ കഴിഞ്ഞാൽ കൃപയാ, ഉയർത്തിയ കൈ താക്കാൻ കഴിഞ്ഞാൽ കൃപയാ, കരമൊന്നടിക്കാൻ കഴിഞ്ഞാൽ കൃപയാ, വായം തുറക്കാൻ കഴിഞ്ഞാൽ കൃപയാ, തുറന്ന വായ അടയ്ക്കാൻ കഴിഞ്ഞാൽ കൃപയാണ്. വേദപുസ്തകം പറയും, ജീവനും കൃപയും നീ എനിക്ക് നൽകി. യഹോവേ, നിന്റെ കടാക്ഷം എൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു. ഭീമോനച്ചൻ എന്ന ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കാണാതൊരു കരം എൻ്റെ ശ്വാസമകത്തേക്ക് തള്ളുന്നു. ഒരു തവണ ആ കരം എൻ്റെ ശ്വാസമകത്തേക്ക് തള്ളിയില്ലെങ്കിൽ ഞാനിവിടെ പിടഞ്ഞു വീഴും. 100 ഡോക്ടർമാരുണ്ടെങ്കിലും സഹായിപ്പാൻ കഴിയില്ല. പ്രശസ്തന്മാരെ കുറിച്ചൊക്കെ എഴുതി പോയ വഴി ചെങ്കന് വേദന വന്നു കുഴഞ്ഞു വീണു, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർമാർ രക്ഷിക്കാൻ നോക്കി, പക്ഷെ മരണത്തിന് കീഴടങ്ങി. ഇത്രയേ ഉള്ളൂ. ഈ രാത്രി വരെ നിർത്തിയ ദൈവത്തിൻ്റെ കൃപയ്ക്കായി ഒന്നുകൂടെ കൈ ഉയർത്തിയാടി സ്തോത്രം പറയാം. ഞാൻ പറഞ്ഞു വരുന്നത് ഒന്നുകിൽ ജീവാവസാനം, ശ്രദ്ധിച്ചു കേൾക്കൂ, അല്ലെങ്കിൽ ലോകാവസാനം. ഇതെപ്പം സംഭവിക്കുന്നറിയില്ല. നമ്മുടെ പ്രിയരായവർ പലരും നമ്മളെ വിട്ടുപോയവർ ഇന്ന് തീരുമെന്ന് ചിന്തിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയവരല്ല. നിശ്ചയമില്ലാത്ത സമയം, നിശ്ചയമില്ലാത്ത ജീവൻ, ഏത് നിമിഷവും ലോകത്തിന് തിരശീല വീഴാം. എന്നാൽ ഈ മൺകൂടാരം പോയാലും വിൺകൂടാരം ഒന്നെൻ്റെ ദൈവം എനിക്ക് ഒരുക്കുന്നുണ്ട്. ഓ ഷമ റഗിനിയ, ഇളകന്നി രാജ്യം പോയാൽ
ഇളകാത്തൊരു രാജ്യം എനിക്കായി ഒരുക്കുന്നെന്ന പ്രത്യാശയുള്ള ദൈവമക്കൾ ഒരിക്കൽ കൂടെ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എൻ്റെ പ്രഭാഷണത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ മോനെ നന്നിന്നാട്ട് നമുക്കൊന്ന് ചെയ്യാൻ 2 സ്റ്റാൻഡ്സ് പാടാം. ഒരു പാട്ട് ഒന്നോ രണ്ടോ പാട്ട് വരുമ്പോൾ ഒരു അരമണിക്കൂറത്തെ പ്രസംഗം അതിൽ ഫില്ല് ചെയ്യാൻ കഴിയും. ഈ ലോകരാജ്യം അസ്തമിക്കാറായി, മേലോകരാജ്യം വേഗമീത ആഗമിക്കാറായി. കരടിച്ചോ, ലോകരാജ്യം അസ്തമിക്കാറായി, മേലോകരാജ്യം വേഗമീത ആഗമിക്കാറായി. പാപമില്ല പരിശുദ്ധൻ പാരിടത്തിൽ വന്നു തന്റെ, പാപമില്ല പരിശുദ്ധൻ പാരിടത്തിൽ വന്നു തന്റെ, പാവനമായി ജീവിക്കുന്ന പാവനമായി ജീവിക്കുന്ന പാവനരെ ചേർത്തിടുമേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു വേല ചെയ്യുവീ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ ഉണർന്നു രക്ഷകന്റെ വേല ചെയ്യുവീ. അല്പകാലം മാത്രമേ ഉള്ളൂ, നാം എത്ര വേഗം കൃത്യമായി വേല തീർത്തിടാം. അല്പകാലം മാത്രമേയുള്ളൂ, നാം എത്ര വേഗം കൃത്യമായി വേല തീർത്തിടാം. എത്ര നാളെ വീക്ഷിടുമോ അത്ര നാളും രക്ഷകന്റെ, എത്ര നാളെ വീക്ഷിടുമോ അത്ര നാളും രക്ഷകന്റെ. പുത്രത്വത്തിനാത്മാവാലെ ശക്തിയായി തൻ വേല തീർക്കാം, പുത്രത്വത്തിനാത്മാവാലെ ശക്തിയായി തൻ വേല തീർക്കാം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവീ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവീ. അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബ് എന്ന വിശുദ്ധർ എത്ര നാളായി പാർത്തലം വിട്ടു. അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബ് എന്ന വിശുദ്ധർ എത്ര നാളായി പാർത്തലം വിട്ടു. കാത്തു കാത്തു നിന്നിടുന്ന സോദരാ നീ ഓർത്തിടുക, കാത്തു കാത്തു നിന്നിടുന്ന സോദരാ നീ ഓർത്തിടുക. പൂർത്തിയായി നിൻ വേല തീർത്തു പാർത്തലം വെടിഞ്ഞു പോകാം, പൂർത്തിയായി നിൻ വേല തീർത്തു പാർത്തലം വെടിഞ്ഞു പോകാം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. അല്പകാലം മാത്രമേ ഉള്ളൂ, നാം എത്ര വേഗം രക്ഷകന്റെ വേല ചെയ്യാം. കൈയൊന്ന് ഉയർത്തിയാട്ടി ശക്തിയോടെ പ്രത്യാശയോടെ എല്ലാവരും സ്തോത്രം പറഞ്ഞോട്ടെ. ടൈം ഈസ് അറ്റ് ഹാൻഡ്, നൗ ഈസ് ദ ടൈം. സമയമെടുത്തു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അമേരിക്കയിൽ ഒരു സഭയുടെ റിട്രീറ്റിന് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അവരെനിക്ക് തന്ന വിഷയമാണ് റോമാലേഖനം 13:11. ടൈം ഈസ് അറ്റ് ഹാൻഡ്, നൗ ഈസ് ദ ടൈം. ദൈവസഭ അറിയേണ്ടതും ചെയ്യേണ്ടതുമായ 30ഓളം കാര്യങ്ങൾ കർത്താവിനോട് പറഞ്ഞു. നമ്മൾ കർത്താവ് വരാറെ എന്നൊക്കെ ഒത്തിരി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയും കൈയടിക്കുകയും പാടുകയൊക്കെ ചെയ്യുന്ന. ഒന്ന്, നമ്മുടെ ഉത്തരവാദിത്തം എന്താണ് ഈ കൺവെൻഷൻ്റെ അവസാന രാത്രിയിൽ. 2, നാം എന്ത് ചെയ്യണം, എന്ത് ചെയ്യാതിരിക്കണം. ഒന്ന്, നമ്മുടെ ഉത്തരവാദിത്തം. 1 റോമാലേഖനം 13:11 രക്ഷ ഇപ്പോൾ നാം വിശ്വസിച്ച സമയത്തേക്കാൾ വളരെ അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി, പകൽ ഏറ്റവും അടുത്തിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ. സമയത്തെ അറിയുക. എല്ലാവരും ഒന്ന് പറഞ്ഞേ, സമയം അറിയണം. നമ്മൾ ടൈം അറിയണമെന്ന്. സിസ്റ്ററെ, സിസ്റ്ററെ ഒന്ന് വായിച്ചേ. അത് വായിക്കണ്ട. ലൂക്കോസ് വിശേഷം 12:54-56 പെട്ടെന്ന് അവൻ പുരുഷാരത്തോട് പറഞ്ഞത്, പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ ഉടനെ പറയുന്നു. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. അടുത്തത്, തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാലോ അത്യുഷ്ണം ഉണ്ടാകുമെന്ന് പറയുന്നു. അത് സംഭവിക്കുകയും ചെയ്യുന്നു. കപടഭക്തിക്കാരെ, ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവത്തെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് കാലാവസ്ഥ നിരീക്ഷണം നടത്താൻ അറിയാം, രാഷ്ട്രീയ നിരീക്ഷണം നടത്താൻ അറിയാം, അടുത്ത ഭരിക്കാൻ പോകുന്ന ആരാന്ന് പറയാൻ അറിയാം. പക്ഷെ അടുത്ത വാക്യം, എന്നാൽ ഈ കാലത്തെ പെന്തക്കോസ്തുകാരാ, നീ എന്താ കാലത്തെ വിവേചിക്കാത്തത്? എന്തുകൊണ്ട് കാലത്തെ വിവേചിക്കുന്നില്ല? യിരെമ്യാ 18:7 കൊക്കും മീവൽ പക്ഷിയും പെരുഞ്ഞാറയും മടങ്ങി വരവന്റെ കാലം അറിയുന്നു.
എൻ്റെ ജനം അറിയുന്നില്ല. യോബിന്റെ പുസ്തകം ദൈവസഭയെ പടക്കുതിരയോട് ഉപമിച്ചിരിക്കുന്ന വിശ്വാസിയെ 39 അധ്യായം, എല്ലാം വായിക്കാൻ നേരമില്ല. 25 വാക്യം. പടക്കുതിരയുടെ അനവധി പ്രത്യേകതകളിൽ ഒരു പ്രത്യേകത. സിസ്റ്റർ, കേട്ടോ. കാകളനാദം പടക്കുതിര, യുദ്ധക്കുതിര കാകളനാദം കേൾക്കും തോറും അത് ഹോ ഹോ എന്ന് ചിനയ്ക്കുന്നു. കണ്ടോ, അത് പടയും പടനായകന്മാരുടെ മുഴക്കവും ആർപ്പും ദൂരത്ത് നിന്ന് മണക്കുന്നു. ഒരു ദൈവമൈതൽ സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് നേരത്തെ മണത്തറിയണം. പോരാ, ശ്രോത്രത്തിന് ശക്തി പോരാ. തമ്പുരാൻ പറഞ്ഞു, ഞാൻ ചെയ്യാൻ പോകുന്നത് എന്റെ ദാസനായ അബ്രഹാമിനും മറച്ചു വെക്കുമോ? ഇരാത്തി കരയുന്ന നിന്നോട്, പ്രാർത്ഥിക്കുന്ന നിന്നോട് ദൈവം വെളിപ്പെടുത്താതെ ദേശത്തനർത്ഥമയക്കില്ല. ശക്തിയോടൊന്ന് കൈയടിച്ച് സ്തോത്രം പറഞ്ഞേ. നീ കരഞ്ഞാൽ നിന്റെ സഭയിൽ സംഭവിക്കാൻ പോകുന്നത്, നിന്റെ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്നത്, നിന്റെ ദേശത്ത് സംഭവിക്കാൻ പോകുന്ന ദൈവം നിന്നെ അറിയിക്കും. ഒന്ന് സമയം അറിയുക. പുസ്തകം കാലജ്ഞന്മാരാകിയാൽ കാലത്തെ വിവേചിക്കുന്നു. കാലത്തെ വിവേചിക്കുക സഭ. പടയും പടനായകന്മാരുടെ മുഴക്കവും ദൂരത്ത് നിന്ന് മണത്തറിയുക. എന്താണ് സംഭവിക്കാൻ പോകുന്ന സഭ അറിയണം. 2, സമയം അറിയിക്കുക. സമയം അറിയുക മാത്രമല്ല, സമയം അറിയിക്കേണ്ടവനാ സഭ. എനിക്ക് തോന്നുന്നു നമ്മുടെ ചർച്ച് ഓഫ് ഗോഡ് ജനറൽ കൺവെൻഷന് ഒരാഴ്ച മുഴുവൻ കർത്താവിൻ്റെ വരവാ അല്ലേ? സന്തോഷം. കേൾക്കാനില്ലാത്തൊരു സാധനമായി അത് മാറി. നിങ്ങളത് എടുത്തതിൽ താങ്ക്സ്. എൻ്റെ പ്രധാന വിഷയം ഇത് തന്നെ അല്ലേ? ഒന്ന് വായിച്ച സിസ്റ്ററെ, യെശയ്യാ പ്രവചനം 21 അധ്യായം 11 വാക്യം. യെശയ്യാ 21:11. കാവൽക്കാരാ, 21:11 അല്ലേ? കാവൽക്കാരാ, രാത്രി എന്തായി? കാവൽക്കാരാ, രാത്രി എന്തായെന്ന് സേരിൽ നിന്ന് ഒരു വിളിച്ചു ചോദിക്കുന്നു. അവന് കാവൽക്കാരൻ പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു. കണ്ടോ, എന്താ പ്രഭാതവും രാത്രി? ഞാൻ പലയിടത്ത് പ്രസംഗിക്കാണ്ട് നിങ്ങൾ കേൾക്കാറുണ്ട്. പ്രഭാതവും രാത്രിയും എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഈ ലോകജീവിതം രാത്രിക്ക് സമാനമായി കഴിയുന്ന ദൈവസഭയുടെ രാത്രി മാറി നമ്മുടെ പകൽ വരാൻ പോകുകയാണ്. ഈ ലോകജീവിതം പകലിന് സമാനമായി അനുഭവിക്കുന്നവന്റെ പകല് മാറി അവന് ഭീകരമായി രാത്രി വരാൻ പോകുകയാണ്. ഒരേ ലോകത്ത് ഇപ്പം നമ്മൾ രാത്രിയിലേക്ക് പോകുന്നു, അമേരിക്ക ഉൾപ്പെടെ പകലിലേക്ക് കൺ തുറക്കുന്നു. ഇതുപോലെ ഭൂലോകത്ത് വസിക്കുന്ന മനുഷ്യന് 2 വിധത്തിൽ കർത്താവിൻ്റെ പ്രത്യക്ഷത. ഒരുത്തന് പകലായി മാറുമ്പോൾ മറ്റവന് രാത്രിയായി മാറും. അപ്പോൾ ഇതാ കാവൽക്കാരൻ വിളിച്ചു പറയുന്നു, രാത്രി അല്ലേ, പകലും രാത്രിയും വരുന്നു, ഒന്നിച്ചു വരാൻ പോകുന്നു. അപ്പം സമയം അറിയുക. അടുത്തതൊന്ന് പറഞ്ഞേ, സമയം അറിയിക്കുക. ഈ സമയം അറിഞ്ഞവനെ സമയം അറിയിക്കാൻ കഴിയൂ. നമ്മുടെ ദൗത്യമാണ് സമയം അറിയിക്കേണ്ടത്. ഈ പഴയ ക്ലോക്കും വാച്ചും ഒക്കെ നന്നാക്കുന്ന പഴയ ഒരു ക്ലോക്ക് കടയുടെ മുമ്പിൽ നിന്ന് എല്ലാ ദിവസവും കൃത്യസമയമാകുമ്പം ഒരുത്തൻ ആ കടയിലോട്ട് നോക്കി നിന്നിട്ട് പോകുന്ന കാണാം. ഒരു ദിവസം കടക്കാരൻ ഇറങ്ങി വന്ന് ചോദിച്ചു, സാറെന്നാ എല്ലാ ദിവസവും കൃത്യസമയത്ത് ഇവിടെ വന്ന് ഞങ്ങളുടെ കടയിലോട്ട് നോക്കിയിട്ട് പോന്നേ? ഉടനെ അയാൾ പറഞ്ഞു, ഞാൻ അപ്പുറത്തെ ഫാക്ടറിയിലെ വാച്ചറാണ്. എനിക്ക് ഓരോ മണിക്കൂർ ഇടവിട്ട് സൈറൺ മുഴക്കണം. ഞാൻ എൻ്റെ വാച്ച് റെഡിയാക്കുന്നത്, കറക്റ്റാക്കുന്നത് നിങ്ങളുടെ ക്ലോക്കെ നോക്കിയാണ്. ഉടനെ അവർ പറയുക, അയ്യോ സാറാണോ അവിടെ സൈറൺ ഊതുന്നത്? സാറിൻ്റെ സൈറൺ കേട്ട ഞാൻ ഇവിടുത്തെ ക്ലോക്ക് റെഡിയാക്കുന്നതെന്ന്. സ്വതന്ത്രം, സാറിൻ്റെ സൈറൺ കേട്ട് ഇവിടെ ക്ലോക്ക് റെഡിയാക്കി വെക്കും. ഈ ക്ലോക്ക് നോക്കി സാറ് വാച്ച് റെഡിയാക്കി വെക്കും. ഇവിടെ വേദവസം പറഞ്ഞു, കാഹളം തെളിവില്ലാതെ നാദം കൊടുത്താൽ ആര് പടയ്ക്കു പുറപ്പെടുമെന്ന്. യേശു വരാറാ എന്ന് പ്രസംഗിക്കുന്ന നിനക്കൊരു തിടുക്കമുണ്ടോ?
സ്തോത്രം കേട്ടില്ല. ഓ ശബറക്കിനിയ, നിനക്കൊരു ഒരുക്കമുണ്ടോ? ഇസ്രായേൽ മക്കൾ മിസ്രൈമിലായിരുന്നപ്പോൾ പകലന്തിയോളം പാടത്തും പറമ്പത്തും പണിയെടുത്ത് വൈകിട്ട് വീട്ടിലെത്തുന്ന ഇസ്രായേൽ മക്കളുടെ മുഖത്തൊരു നിരാശയുണ്ട്. കയറിക്കിടന്ന് ഉറങ്ങണമെന്നുള്ള ചിന്തയുള്ളൂ, ക്ഷീണിതരാണ്. എന്നാൽ പുറപ്പാടിൻ്റെ അന്ന് വീട്ടിൽ വന്ന് ഇസ്രായേൽ മക്കളുടെ മുഖത്ത് നോക്കിയാൽ വലിയൊരു തെളിച്ചം കാണാം, അവരുടെ വീട്ടിലൊരു ഒരുക്കം കാണാം, അവരുടെ വീട്ടിലൊരു പാട്ട് കേൾക്കാം. നാട്ടുകാർ വന്ന് ചോദിക്കും, എന്താ എലിസബത്തെ, എന്താ മറിയാമേ, എന്താ കറിയാച്ച, പതിവില്ലാത്തൊരു പാട്ട് കേൾക്കുന്നല്ലോ, ഒരു ഒരുക്കം കാണുന്നല്ലോ. ഹോ, അവര് പറയും, ഇന്ന് രാത്രി ഞങ്ങളുടെ പുറപ്പാടാണ്. കരമടിച്ച് ശക്തിയോട് സ്തോത്രം പറയാൻ കഴിയുമോ? ലോക സംഭവങ്ങൾ കാണുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമൈതലേ, നീ ഒരുങ്ങാൻ തുടങ്ങണം. നിന്റെ ഒരുക്കത്തിന് കാണാൻ ചോദികൾ പറയണം, ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ പോകാൻ കാലമായി. ശക്തിയോട് അല്പസമയം ദൈവമക്കളും ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാട്ട് ഉള്ളിലൊരു തിടുക്കമുണ്ടാകണം. ഒന്ന്, സമയം അറിയുക. രണ്ട്, സമയം അറിയിക്കുക. മൂന്ന്, കാവൽക്കാരന്റെ ഉത്തരവാദിത്തം മുന്നറിയിപ്പ് കൊടുക്കുക. എഹെസ്കേൽ പ്രവചനം 3:17 മുതൽ വായിച്ചാൽ, ദുഷ്ടനോട് ഞാൻ മരിക്കുമെന്ന് പറയുമ്പോൾ നീ അവനെ ഓർപ്പിച്ചുണർത്താതിരുന്നാൽ അവൻ തന്റെ പാപത്തിൽ മരിക്കും, അവന്റെ രക്തം ഞാൻ നിന്നോട് ചോദിക്കും. നീ ഓർപ്പിച്ചുണർത്തിയാൽ രക്ഷപ്പെട്ടു. അതുപോലെ നീതിമാനെ ഓർപ്പിക്കും. അതിനായി പ്രസംഗം അവിടെ തന്നെ, നീതിമാനെ ഓർപ്പിക്കണമെന്ന്. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, എത്ര പേരോട് സുവിശേഷം പറഞ്ഞു? നിന്റെ വീട്ടിൽ വന്ന് എത്ര പേരോട് നീ സുവിശേഷം പറഞ്ഞു? കഴിഞ്ഞ വർഷം എത്ര പേരോട് യേശുവിൻ്റെ സ്നേഹം പറഞ്ഞു? നമ്മളല്ല കന്നിയടിച്ച് അന്യഭാഷം പറഞ്ഞ് പോയാൽ പോരാ. കഴിഞ്ഞ മാസം എത്ര പേരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു? കഴിഞ്ഞ ആഴ്ച എത്ര പേരോട് പറഞ്ഞു? സ്തോത്രം. കാനോച്ചൻ പ്രസംഗിക്കും പണ്ട് പറയാറുണ്ട്, രണ്ട് സ്നേഹിതന്മാർ എന്നും കാണും, എന്നും തമാശ പറയും, ലോകകാരിയൊക്കെ പറയും. അവസാനം മറ്റൊരു സ്നേഹിതൻ രോഗിയായി, ക്ഷീണിതനായി, കിടപ്പായി. അപ്പോഴാണ് ഇയാൾ ഓർക്കുന്നത്, സുവിശേഷം പറഞ്ഞില്ലല്ലോ എന്ന്. അദ്ദേഹം വണ്ടി കയറി ചെന്നു, അരികിൽ നിന്ന് തീരെക്കുറിച്ച് പറയാൻ തുടങ്ങി, യേശുവിനെക്കുറിച്ചും വീണ്ടും വരവിനെക്കുറിച്ച് പറയാൻ തുടങ്ങി, സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക്. ആ മനുഷ്യൻ ക്ഷീണിച്ച ശബ്ദം ചോദിച്ചു, സ്നേഹിത, നമ്മൾ തമ്മിൽ കണ്ടിട്ട് എത്ര വർഷമായി, പരിചയപ്പെട്ട് എത്ര വർഷമായി, എത്ര തവണ ഒന്നിച്ചിരുന്നു, ആകാശത്തിന് കീഴിലുള്ള സകല കാര്യവും നമ്മൾ ചർച്ച ചെയ്തു, പക്ഷെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയ കാര്യം നീ ഇതുവരെ എന്നോട് പറഞ്ഞില്ല. സ്നേഹിതരെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട്, നിങ്ങളുടെ ബന്ധുക്കളോട്, നിങ്ങളുടെ അയൽക്കാരോട്, നിന്റെ വീട്ടിൽ ജോലി ചെയ്യാൻ വരുന്നവനോട് ഒരിക്കലെങ്കിലും യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞോ? ഇവിടെ വന്ന് കയറിയപ്പം കാസ്രാവിന് ദാസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, എന്തിനാ കൺവെൻഷൻ, എന്തിനാ കാശി ചെലവാക്കുന്ന ചോദിക്കുന്നത്. ഇതിനൊക്കെ വേഗം കൺവെൻഷൻ. ഒന്ന് കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞേ. അത് അടങ്ങിയിരിക്കരുത്. കാഹളനാദം പോലെ നിന്റെ ശബ്ദം ഉയർത്തി ഇസ്രായേൽ ഗോത്രം മുന്നറിയിപ്പ് കൊടുക്കുക. കാവൽക്കാരനെ ആക്കിയിരിക്കുന്ന മുന്നറിയിപ്പ് കൊടുക്കാനാണ്. അപ്പം 3 കാര്യം ഞാൻ പറഞ്ഞു. 1, സമയം അറിയുക. 2, സമയം അറിയിക്കുക. 3, മുന്നറിയിപ്പ് കൊടുക്കുക. 4, കാവൽക്കാരൻ്റെ ഉത്തരവാദിത്വം ഇന്റർസീഡിങ്, ഇടിവിൽ നിൽക്കുക, മധ്യസ്ഥത അണയ്ക്കുക. വായിച്ചാട് സിസ്റ്റർ, എഹെസ്കേൽ പ്രവചനം 22-ാം അധ്യായം 30-31 വാക്യങ്ങൾ. ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. ആകയാൽ ഞാൻ എന്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എന്റെ കോപാഗ്നി കൊണ്ട് അവരെ മുടിച്ചു കളഞ്ഞിരിക്കുന്നു. എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല, അതുകൊണ്ട് എൻ്റെ കോപയുടെ മേൽ പകരും. അപ്പം അതിൻ്റെ അർത്ഥം എന്തുവാ? പവർ ഓഫ് ഇന്റർസീഡിങ്, മധ്യസ്ഥതയുടെ ശക്തി. അതായത് ഇടിവിൽ നിൽപ്പാൻ ആളുണ്ടെങ്കിൽ, മധ്യസ്ഥത അണയ്ക്കാൻ ആളുണ്ടെങ്കിൽ, കരയാൻ ആളുണ്ടെങ്കിൽ ന്യായവിധി താമസിപ്പിക്കപ്പെടും. മാനസാന്തരത്തിന് ദൈവം അവസരം നൽകും. ഞാനിന്ന് രാത്രി ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചു കേട്ടോണം. ഒരു വീട്ടിൽ കരയുന്ന ഒരു ദൈവ പൈതലുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു മാതാവുണ്ടെങ്കിൽ, കരയുന്ന ഒരു പിതാവുണ്ടെങ്കിൽ, ഒരു വ്യക്തി ഒരു വീട്ടിൽ കരയാനുണ്ടെങ്കിൽ, ആ വ്യക്തി നിമിത്തം ആ കുടുംബത്തിൻ്റെ ന്യായവിധി താമസിപ്പിക്കപ്പെടും. ഓരാ ശക്തിയോടെ സ്തോത്രം പറഞ്ഞേ. ഒരു സഭയിൽ ഒരു കുടുംബം ഇടിവിൽ നിൽപ്പാനുണ്ടെങ്കിൽ, മുട്ടിമേ നിൽപ്പാനുണ്ടെങ്കിൽ, ആ കുടുംബം നിമിത്തം ആ സഭയുടെ ന്യായവിധിയും താമസിപ്പിക്കും. 10 ദൈവമക്കൾ ഒരു ദേശത്തെ നിലവിളിപ്പാനുണ്ടെങ്കിൽ ആ ദേശത്തെ ന്യായവിധിയും താമസിപ്പിക്കും. ശക്തിയോടെ കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കും. മനസ്സിലാക്കി തരാം. വർഷം മുഴുവൻ വെള്ളവും വളവും വലിച്ചു കുടിച്ചിട്ടും ഫലം നൽകാത്തൊരു വൃക്ഷത്തെ വെട്ടിക്കളയുവാൻ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ഓർഡർ ഇട്ടു. അപ്പോൾ തോട്ടം സൂക്ഷിപ്പുകാരൻ നെടുമ്പാട് വീണു.
അയാൾ പറഞ്ഞു, ഞാനൊന്നുകൂടെ വളം കൊടുക്കട്ടെ, ഞാനിവിടെ തടമെടുക്കട്ടെ, 1 വർഷം കൂടെ നിൽക്കട്ടെ, ഫലം കായ്ക്കുമോ എന്ന് നോക്കാം. ഫലം കായ്ച്ചില്ലെങ്കിൽ വെട്ടിക്കളയാം. അപ്പോൾ തോട്ടം സൂക്ഷിപ്പുകാരൻ്റെ ഇൻ്റർസീഡിങ്, മധ്യസ്ഥ നിമിത്തം ആ വൃക്ഷത്തിന് 1 ആണ്ടുകൂടെ ആയുസ് നീട്ടിക്കിട്ടി. ഓ ഹല്ലേലൂയ! കരയാൻ ആളുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാൻ ആളുണ്ടെങ്കിൽ, ഇടിവിൽ നിൽപ്പാൻ ആളുണ്ടെങ്കിൽ ആയുസ് ദീർഘമാക്കുക മാത്രമല്ല, മാനസാന്തരത്തിന് അവസരം കിട്ടും. ശക്തിയോടെ കരങ്ങൾ അടിച്ച ദൈവത്തെ സ്തുതിച്ചേ. ഈ രാത്രി ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറയുന്നു, പ്രവചിക്കുന്നു, പ്രിയ ചെറുപ്പക്കാരാ, പ്രിയ യുവാവേ, പാപം ചെയ്യുന്ന ജീവിതമേ, പല പ്രാവശ്യം ദുഷ്ടപിശാച് നിന്റെ വഴിയാത്രകളിൽ നിന്നെ തകർത്ത് കളയുവാൻ, റോഡ് ആക്സിഡന്റിനെ മാറ്റപ്പെടുത്തുവാൻ, നിന്റെ കൈകാലുകളെ ഒടിച്ചു കളയുവാൻ, റോഡിൽ നിന്നെ ചതച്ചരച്ച് കളയുവാൻ പദ്ധതിയിട്ടപ്പോൾ നീ അറിയാതെ ദൈവത്തിന്റെ കരം നിന്നെ എടുത്തു മാറ്റിയിട്ടുണ്ടെന്ന് നീ മറന്നു പോകരുതെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ ആലോചന പറയുന്നു. ശക്തിയോടെ ദൈവമക്കൾ കൈകളടിച്ച് അല്പസമയം ശക്തിയോടെ ആരാധിച്ചാട്ട്. പാപം ചെയ്യുന്ന നിന്നെ വഴിയിൽ തകർക്കാൻ പിശാച് പദ്ധതിയിട്ടിട്ടും നീ തകർന്നു പോകാഞ്ഞത് യഹോവയുടെ കരം നിന്നെ റാഞ്ചി എടുത്തത് കൊണ്ടാണ്, ദൈവത്തിൻ്റെ കരം നിന്നെ പൊക്കി മാറ്റിയത് കൊണ്ടാണ്. അതിന് കാരണമുണ്ട്. ആരോ നിനക്ക് വേണ്ടി കരയുന്നുണ്ട്. ഒന്നീ നിന്റെ അപ്പൻ്റെ കണ്ണുനീർ, അല്ലേ നിന്റെ അമ്മയുടെ കണ്ണുനീർ, അല്ലേ നിന്റെ സഭയുടെ പാസ്റ്ററുടെ കണ്ണുനീർ, ഓ ഷാബ റഖന ധൂനിയ, സഹവിശ്വാസിയുടെ കണ്ണുനീർ. ചെറുപ്പക്കാരാ, പാപം ചെയ്തിട്ടും ദൈവം വഴി വിട്ടു പോയിട്ടും ഞാൻ നശിക്കുന്നില്ലോ എന്ന് പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ആരോ നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നുണ്ട്. ആരുടെയോ മധ്യസ്ഥതയാ, ആരുടെയോ കണ്ണുനീരാ, ആരോ നിനക്ക് വേണ്ടി കരയുന്നത് കൊണ്ടാ. കരയുന്ന മാതാവേ, പ്രാർത്ഥിക്കുന്ന പിതാവേ, നിന്റെ കണ്ണുനീർ അനേകർക്ക് വിടുതലായി മാറിക്കൊണ്ടിരിക്കുക. കയ്യൊന്ന് ഉയർത്തിയാട്ടി സ്തോത്രം ചെയ്തേ. ഞാൻ പലപ്പോഴും പറയും, മൈലുകൾക്കകലെ നിൽക്കുന്ന പ്രസംഗിക്കുന്നൊരു ദൈവദാസൻ്റെ പ്രസംഗം ശോഭിപ്പിക്കാൻ ഇങ്ങകലെ പാഴ്സനേജിൻ്റെ ഇടുങ്ങിയ മുറിക്കകത്തൊരു പാമാത്രം ഇടാൻ സൗകര്യമുണ്ട് മുട്ടുകൂത്തി നിന്ന് കരയുന്ന ഒരു ദൈവദാസിയുടെ കണ്ണുനീരിന് 1000 മൈൽ അകലെ നിന്ന് പ്രസംഗിക്കുന്ന അഭിഷക്തൻ്റെ മെസ്സേജിനെ ഹല്ലേലൂയ രൂപാന്തരം വരുത്താൻ, മിസൈൽ പോലെ തറപ്പിച്ച് ചെല്ലുവാൻ അവിടെ ഉണർവഹിക്കാൻ കഴിയും. കൈയടിച്ച ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചേ. നിന്റെ പ്രാർത്ഥന വൃഥാവല്ല. നിന്റെ കണ്ണുനീർ, ആരോടൊക്കെയോ കർത്താവ് ഈ രാത്രി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നിന്റെ കണ്ണുനീര് വൃഥാവല്ല. നിന്നെ ആരും അറിയുന്നില്ലെങ്കിലും നിന്നെ ആരും അറിയുന്നില്ലെങ്കിലും അറിയുന്നൊരു സ്വർഗമുണ്ട്. എനിക്ക് പ്രസംഗപീഠത്തിൽ 2 ബലഹീനതയുണ്ട്. ഒന്ന് നല്ല ഉച്ചഭാഷണി, 2 നല്ല ചൂടുവെള്ളം. 2 ഇവിടെ ഉണ്ട്. നല്ല ചൂടുവെള്ളം, നല്ല ഉച്ചഭാഷണം, 2 എൻ്റെ ബലഹീനതയാണ്. ഞാൻ പറയാം, ഈ ഗ്ലാസ് ഞാൻ ഉയർത്തിക്കൊണ്ട് പറയാം, ഈ ഗ്ലാസ്സിൽ നല്ല ചൂടുവെള്ളം ഇവിടെ വന്നപ്പോൾ, ഇവിടെ തന്നെ ആണല്ലോ, ഈ വീടിന് വീട്ടാണ്ട് ഇവിടുന്നാണ് ഇത് വന്നേ. ഈ വീട്ടിലെ ഒരു പാത്രം അടുക്കളയിൽ തീക്കായി ഏൽപ്പിക്കപ്പെട്ടു. അടിയിൽ തീ കത്തുന്നു, അകത്തു വെള്ളം തിളച്ചു മറിയുന്നു. അടിയിൽ തീ കത്തുമ്പോഴും വെള്ളം തിളച്ചു മറിയുമ്പോഴും ഒരു പാത്രം നിശബ്ദമായി അത് സഹിച്ചു. തീയേൽക്കുവാൻ, പുകയേൽക്കുവാൻ ഏൽപ്പിക്കപ്പെടുന്ന ആ പാത്രത്തിന് ഇവിടെ വരാൻ യോഗ്യതയില്ല. പക്ഷെ ഈ പാത്രം ഇവിടെ വരാൻ യോഗ്യത നേടിയത് ഒരു പാത്രം തീക്കായി ഏൽപ്പിക്കപ്പെട്ടത് കൊണ്ടാണ്. കരയുന്ന മാതാവേ, ഓ ക്ഷമ റഖിനിയ, പ്രാർത്ഥിക്കുന്ന പിതാവേ, ദൈവത്തിന്റെ ദാസന്മാരുടെ ഭാര്യമാരെ, നിങ്ങളെ ആരും കാണുന്നില്ല, നിങ്ങളെ ആരും അറിയുന്നില്ല, ഒരു നല്ല വാക്ക് പറയാൻ പോലും ആരുമില്ലെങ്കിലും നിന്റെ കരച്ചിൽ വൃഥാവല്ലോ, നിന്റെ പ്രാർത്ഥന വൃഥാവല്ല. അനേക മാനപാത്രങ്ങൾ വാർത്തെടുക്കപ്പെടുന്നു. കരങ്ങൾ അടിച്ച ശക്തിയോടെ എല്ലാ കരം അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. പ്രസംഗിക്കുന്നവനെ ലോകം കാണുന്നു, പക്ഷെ പ്രാർത്ഥിക്കുന്നവനെ സ്വർഗം കാണുന്നു. പവർ ഓഫ് ഇന്റർസീഡിങ്. എത്ര തവണ? 3 തവണ തമ്പുരാൻ പറഞ്ഞു, എന്നെ വിട്, ഈ ജാതിയെ ഞാൻ നശിപ്പിക്കും, നിന്നെ ഒരു ജാതിയാക്കി മാറ്റും. തമ്പുരാന്റെ മുന്നിൽ അവൻ നെടുമ്പാട് വീണിട്ട് പറഞ്ഞു, എന്നെ കൊന്നു, ഈ ജനത്തെ കൊല്ലരുത്. അത് ഭയങ്കരമാണ് ജോസ് പാസ്റ്ററെ. അവൻ നിന്റെ വാക്ക് പോലെ ഞാൻ ചെയ്യും. ഞാൻ നിന്നെ കൊല്ലുന്നില്ല, ഈ ജാതിയെ കൊല്ലുന്നില്ല. നിങ്ങൾ ഇഷ്ടപ്പെടുവോ പെടാതിരിക്കും എൻ്റെ കാര്യമല്ല. ഈ രാത്രി പെന്തക്കോസ് ലോകത്തോട് ഞാൻ വിളിച്ചു പറയാം, എല്ലാ പെന്തക്കോസ് പ്രസ്ഥാനങ്ങളും നിലനിൽക്കുന്നത് പ്രിസ്പെക്ടറുടെ മിടുക്കല്ല, കൗൺസിലിൻ്റെ മിടുക്കല്ല, മുണ്ടു മുറുക്കി ഉടുത്ത് കരയുന്ന അഭിഷക്തന്മാരകത്തുണ്ട്, പാവപ്പെട്ട ദൈവമക്കൾ ഇതുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനങ്ങൾ നശിക്കാത്തത്.
കൈയടിച്ച് വാതുറന്ന് ശക്തിയോടെ സ്തോത്രം പറ. എന്നേ തമ്പുരാൻ തൻ്റെ വായിൽ നിന്ന് ഈ പ്രസ്ഥാനങ്ങളെ ഉമ്മിണ്ണു കളഞ്ഞേനെ. കരയാൻ ആളുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാൻ ആളുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആയുസ് നീട്ടിക്കിട്ടും, മാനസാന്തരപ്പെടാൻ അവസരം കിട്ടും. സന്തോഷത്തോടെ ഒന്നുകൂടെ കൈ ഉയർത്തി സ്തോത്രം പറയാം. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്തൊക്കെയാന്നാ പറഞ്ഞേ? 1, സമയം അറിയുക. 2, സമയം അറിയിക്കുക. 3, മുന്നറിയിപ്പ് കൊടുക്കുക. 4, ഇടിവിൽ നിൽക്കുക. കരഞ്ഞോണം, നിങ്ങൾ പ്രാർത്ഥിച്ചോണം. ഈ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ പല രാജ്യങ്ങളും തകരാത്തത് അവിടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളത് കൊണ്ടാണ്. വേദവസ്തു കണ്ട പോലെ ഒരു ദൂതൻ കോൻകത്തി പിടിച്ചുകൊണ്ട് ഒരു കാൽ കരയിലും ഒരു കാൽ കടലുമായി നിൽക്കുകയാണ് എറിയാൻ. പക്ഷെ ഒരു കൂട്ടം പേർ മധ്യസ്ഥത അണയ്ക്കുന്നു. ഈ രാജ്യം ഞങ്ങൾക്ക് പട്ടിണി മാറ്റിയതാ, ദൈവമേ മാനസാന്തരത്തിന് അവസരം കൊടുക്കണേ. എന്താ നമ്മുടെ സ്ഥലത്തിൻ്റെ പേരെന്താ? ഈ സ്ഥലത്തിൻ്റെ പേരെന്താന്ന് പറഞ്ഞേ? ചെമ്പന്തൂരുകാരോട് ഞങ്ങൾ പറയാം. ഞാൻ പല വേദിയിലും പറഞ്ഞ, പരിശുദ്ധാത്മാവ് പറയുന്നൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, ഈ ദൈവത്തിൻ്റെ സഭയുടെ വില നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. വേദോസം പറഞ്ഞ ഭൂമി പൊടുപടപ്പെട്ടും, ഭൂമി കിറുകിറും, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടും, ഭൂമി കാവൽ മാടം പോലെ ആടും. കാരണം ഇതിൻ്റെ അകൃത്യവിധങ്ങൾ ഭാരമായിരിക്കുകയാണ്. ഇത് വീഴും, ഇത് എഴുന്നേൽക്കില്ല. ഇത് വീഴാത്തതിൻ്റെ കാരണം, ഈ ദൈവന്യായവിധി വരാത്തതിൻ്റെ കാരണം, ദൈവത്തെ കൊണ്ട് കഴിയാത്ത, ദൈവം ഒരിക്കലും ചെയ്യാത്ത 10 കാര്യം ബൈബിളിലുണ്ട്. അതിലൊരു കാര്യം, ദുഷ്ടനോടുകൂടെ നീതിമാനെ നശിപ്പിക്കാൻ ദൈവത്തിന് കഴിയില്ല. നോഗയുടെ കാലത്ത് പാപം എത്ര പെരുകിയാലും നോഗ പെട്ടകത്തിൽ കടക്കാതെ ദൈവം ന്യായവിധിയുടെ വെള്ളം ഇറക്കത്തില്ല. ലോത്തിന്റെ കാലത്ത് പാപം എത്ര പെരുകിയാലും ലോത്ത് സോതോം വിടാതെ ദൈവം തീയിറക്കത്തില്ല. ഈ രാത്രി നാട്ടുകാരെ, പാപം പെരുകാഞ്ഞിട്ടല്ല, ദുഷ്ടത പെരുകാഞ്ഞിട്ടല്ല, വഷളത്വം പെരുകാഞ്ഞിട്ടല്ല ദൈവന്യായവിധി വരാത്തത്. സ്തോത്രം പറയുന്ന, ഹല്ലേലൂയ പറയുന്ന, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ദൈവസഭ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാട്ട് പ്രാർത്ഥിക്കുന്നവന്റെ വില, സ്തോത്രം പറയുന്നവന്റെ വില, ഹല്ലേലൂയ പറയുന്നവന്റെ വില നിങ്ങൾക്ക് ഇതുവരെ അറിഞ്ഞുകൂടാ. എന്നാൽ അവർ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും. മുള്ളുകളിലെ താമരകൾ മാറ്റപ്പെട്ടാൽ മുള്ളുകളെ കൊണ്ട് ഇവിടെ നിറയും. ചെന്നായ്ക്കളുടെ കുഞ്ഞാടുകൾ മാറ്റപ്പെട്ടാൽ ചെന്നായ്ക്കളോട് നിറയും. ഇരുണ്ട സ്ഥലത്ത് ജ്യോതിർഗോളങ്ങളെ പോലെ പ്രകാശിക്കും ദൈവസഭ മാറ്റപ്പെട്ടാൽ അന്ധകാരം കൊണ്ട് ഇവിടെ നിറയും. അത് അടുത്തു വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകിൽ ജീവാവസാനം അല്ലെങ്കിൽ ലോകാവസാനം. മറക്കരുത് ജീവാവസാനം കേട്ടോ. എനി ടൈം എപ്പോഴും ഉണ്ടാകാം. എപ്പോഴുണ്ടെന്നും പറയാനൊക്കെ ഇല്ല. എല്ലാം റെഡിയായി കഴിഞ്ഞു. വിചാരിക്കാത്ത സമയത്ത് ജീവിതത്തെ തിരശീല അല്ലെങ്കിൽ ലോകത്തിന് തിരശീല. റെഡിയാണോ? എനിക്ക് സമയം വളരെ പോകുന്നു. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് നാളെ രാവിലെ ഞാൻ PG ചെല്ലേണ്ടതാണ്. IPC കൺവെൻഷൻ്റെ സംയുക്ത സഭാത്തിന് പ്രസംഗിക്കേണ്ടതാണ്. കർത്താവ് ഇങ്ങനെ ഓടിക്കുക. 4 പതിറ്റാണ്ടായി. നിങ്ങളെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവദാസന്മാരുടെയും അറിയാം, ആ കാലം മുതൽ കർത്താവ് ഓടിക്കുന്നു. നാം ആകുന്ന ദൈവത്തിൻ്റെ കൃപയാ. ഒന്ന് കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞ്. വീടോടടുത്തു എന്ന് കേൾക്കുമ്പോൾ ദുഃഖമാണോ സന്തോഷമാണോ? കേട്ടില്ല. യാത്ര തീരാറായെന്ന് കേൾക്കുമ്പം ദുഃഖമാണോ സന്തോഷമാണോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ആ ദുഃഖമാണെന്ന് തോന്നുന്നു. യാത്ര തീരാ എന്ന് കേൾക്കുമ്പോൾ സന്തോഷം വേണോ? യാത്ര ക്ലേശകരമായിരിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇപ്പം പറഞ്ഞേ, അല്ല എൻ്റെ യാത്രാപഥം പറയാനല്ല. വീടോടടുത്തു എന്ന് കേൾക്കുമ്പോൾ സന്തോഷം വേണം. വീട്ടിൽ ചെന്നാൽ സന്തോഷം ഉണ്ടാകണം. അവിടെ ഉണ്ടായിട്ട് വല്ല ഗുണം വേണം. ഞാൻ പറഞ്ഞു, ഞങ്ങൾ യാത്രികരാണ്. ഇപ്പം ഇന്ന് ഏതാണ്ട് ഇവിടുന്ന് ഒക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു 12 മണിയാവും. ഞാൻ എൻ്റെ കൂടെ വന്ന സഹോദരൻ അറിയാം, തിരുവനന്തപുരത്ത് നിന്ന് കൺവെൻഷൻ കഴിഞ്ഞ് വരുമ്പോൾ കൊല്ലമാകുമ്പോൾ പറയും ഇനി 1 മണിക്കൂർ കൂടെ. എന്തോ ഇനാ അയ്യോ ഒന്ന് പറയുന്നേ, വീട്ടിൽ ചെല്ലാം, അതാ കറക്റ്റ്. എറണാകുളത്ത് നിന്ന് വരുമ്പോൾ ആലപ്പുഴ ഞാൻ പറയും ഇനി 1 മണിക്കൂർ. തുല്യവാ 1 മണിക്കൂർ. കായംകുളം എത്തും പറയും ഇനിയും 5 മിനിറ്റ് അല്ലെ 3 മിനിറ്റ്. എന്തിനാ? വീട്ടിൽ ചെല്ലാം. ദൈവത്തിൻ്റെ കൃപയായ ലോകം മുഴുവൻ ദൈവമൊക്കെയുള്ള സ്ഥലത്തെല്ലാം രാജ്യത്തെല്ലാം ഞങ്ങൾ പോകാറുണ്ട്. എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ മുതൽ കയറ്റി വിടുന്നിടം വരെ കൊണ്ട് നടക്കാൻ ആളുമുണ്ട്. എൻ്റെ വീടിനേക്കാൾ നല്ല വീടും, ഒരു പക്ഷേ എൻ്റെ വീട്ടിലേക്കാൾ നല്ല ഭക്ഷണവും നല്ല ബെഡും ഒക്കെ കിട്ടും. പക്ഷേ എൻ്റെ അച്ഛാ എവിടെ ചെന്നിറങ്ങിയാലും അവിടെ ചെന്നിറങ്ങുമ്പം മുതൽ എൻ്റെ ചിന്ത എപ്പം വീട്ടിൽ പോകാമെന്ന. സ്വോത്രം കേട്ടില്ല. ഞാനിവിടെ പറയും, കാനഡക്കാരെ നിങ്ങൾ ഇവിടെ പെർമനന്റ് വീസാക്കാരാ, ഞാനിവിടെ വിസിറ്റിംഗ് വീസാക്കാരനാ. സ്വോത്രം. എപ്പോൾ എൻ്റെ വീട്ടിൽ പോകാം.
അപ്പോൾ ഈ രാത്രി യാത്രയിൽ ഒത്തിരി ഒത്തിരി അപകടങ്ങൾ ഞങ്ങൾ കാണാറുണ്ട്. ഈ 2 മിനിറ്റാ കേട്ടോ. കായംകുളം എത്തി 2 മിനിറ്റേ ഉള്ളെന്ന് പറഞ്ഞ് ആശ്വസിക്കരുത്, ആ മിനിറ്റും മിനിറ്റാ. രാത്രിയിൽ ഞങ്ങൾ പോകുന്നതൊക്കെ ഒത്തിരി ആക്സിഡൻറ്റ് കാണാറുണ്ട്, പണ്ടും ഇപ്പോഴും. ഇപ്പോൾ ഇച്ചിരി കുറവുണ്ട്. ഈ ഹെൽമെറ്റിനിടയിൽ തലയോട്ടി ഇരിക്കുന്നതും തലച്ചോറ് കിടന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. പണ്ടൊക്കെ ഒത്തിരി ആക്സിഡൻറ്റ് ഉണ്ട്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഓരോ ആക്സിഡൻറ്റും നമുക്ക് തരുന്നൊരു മുന്നറിയിപ്പുണ്ട്. സൂക്ഷിച്ച് യാത്ര ചെയ്താൽ നിനക്ക് വീട്ടിൽ ചെല്ലാം. മുന്നറിയിപ്പാ. പ്രസംഗിയൻ വീണേ, പ്രവാചകൻ തകർന്നേ, അവൻ പോയേ ഇവൻ പോയേ നീ പറയണ്ട, നീ സൂക്ഷിച്ചാൽ അങ്ങയല്ല. അവരുടെ വീഴ്ച നിനക്ക് മുന്നറിയിപ്പാ. നീ വീഴാതെ അങ്ങ് പൊക്കോണം. ഞാൻ പറഞ്ഞില്ലേ, ഈ 2 മിനിറ്റൊക്കെ വലിയ മിനിറ്റുകളാന്നേ. നിൽക്കുന്നെന്ന് തോന്നുന്നവൻ അങ്ങ് എത്തിയെന്നൊന്നും വിചാരിക്കരുത്. എത്താൻ ഈ സമയം കിടക്കുക. ഇവർക്കൊക്കെ ഞാൻ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ അറിയാം. ഈ കറ്റാനും കായംകുളം തമ്മിൽ 10 മിനിറ്റ് പോലും ഇല്ല. ഒരു കുടുംബം കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങി, കായം ഇപ്പം മൊബൈലുള്ളതുകൊണ്ടല്ല സൗകര്യമാണ്, എത്തിയിട്ട് വിളിച്ചു പറഞ്ഞു കാപ്പി റെഡി ആയിക്കോ, ഞങ്ങൾ 7-8 മിനിറ്റിനുള്ളിൽ എത്തും. 8 അല്ലേ 10 മിനിറ്റുള്ളിൽ. പക്ഷെ അടുത്ത സെക്കൻഡിൽ ആക്സിഡൻറ്റ്, 3 പേര് തീർന്നു. അഹങ്കരിക്കരുതൊന്നും കണ്ടും. ഒരു നിമിഷമെങ്കിലും ബലത്തോടായിരിക്കുന്ന ദൈവത്തിൻ്റെ കരുണയാണ്. ഞാൻ സത്യത്തിൽ ഇന്ന് വേറൊരു പ്രസംഗം കൊണ്ട് വന്നതാണ്. ഇവിടെ വന്നപ്പോഴാണ് മാറ്റിയേ. അത് ജോനയെക്കുറിച്ചാണ്. അത് അടുത്തൊരു ടൈമിലാട്ടെ. അത് പുള്ളിക്കാരൻ അവിടെ ചെന്നപ്പം കപ്പൽ റെഡിയായി കിടക്കുന്നു. ഇടയ്ക്ക് ദൂത് കയറ്റുക പാസ്റ്റേ. കപ്പൽ റെഡിയായി കിടക്കുന്നു. പുള്ളിക്ക് ടിക്കറ്റും ഉണ്ട്. സാധാരണ ഇരിക്കാനുള്ള ടിക്കറ്റാ, പുള്ളിക്ക് കിടക്കാനുള്ള ടിക്കറ്റ് കിട്ടി. അതും ഏറ്റവും അടി. സാധാരണ മണ്ടയ്ക്കാണ് ടിക്കറ്റ്, പുള്ളി അടിയിലെ ടിക്കറ്റ് എടുത്തു. ഒരു കാര്യം ഞാൻ പറയാം, കപ്പൽ റെഡി ആയതുകൊണ്ട്, ടിക്കറ്റ് റെഡി ആയതുകൊണ്ട് യാത്ര നടക്കണമെന്നില്ല. ദൈവത്തിന്റെ കൃപയുണ്ടായാലേ യാത്ര നടക്കൂ. ഒന്ന് കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഒന്നുകൂടെ പറയാം, പ്ലെയിൻ റെഡി ആയതുകൊണ്ട്, വിസ റെഡി ആയതുകൊണ്ട് യാത്ര നടക്കണമെന്നില്ല. തമ്പുരാനോട് വിചാരിക്കണം. സ്തോത്രം, സ്തോത്രം. അപ്പം ഞാൻ പറയാൻ വന്നത്, ഈ യാത്ര തീരായെന്ന് കേൾക്കുമ്പം ദുഃഖമാണോ സന്തോഷമാണോ? ഉറക്കെ പറ. സന്തോഷമാണോ? അത് സന്തോഷം വരണ യാത്ര ക്ലേശകരമായിരിക്കണം. യാത്ര സുഖകരമാണെങ്കിൽ ഇങ്ങനെ അങ്ങ് പോക്കോട്ടെ. ഞങ്ങളൊക്കെ ഈ ചെന്ന് ഇറങ്ങുന്നുണ്ടെ ചോദിക്കും യാത്ര സുഖമായിരുന്നോ എന്ന്. എന്തോ സുഖമാണ് വീട്ടിൽ. എൻ്റെ ദൈവാസ വീട്ടിൽ ഇരിക്കുന്നതിനേക്കാൾ ഈ കാറിനകത്തുള്ളൊരിപ്പാ. പിന്നെ എന്നാ സുഖമാണ്. അപ്പം ഒന്ന് ഇറങ്ങി കിട്ടുമ്പോഴാ സുഖം. അത് മനസ്സിലായില്ല, ഒന്നുകൂടെ മനസ്സിലാക്കി തരാം. ഈ നമ്മുടെ നാട്ടിലെ, നിങ്ങളുടെ ഇവിടെയൊക്കെ അങ്ങനെ ആയിരിക്കും, ഈ സന്ധ്യ ആയാലും വീട്ടിൽ പോകാതെ കലുങ്കയിലൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ട്. ചിലർ ബാർബർ ഷോപ്പിലിരിക്കും. ബാർബർ ഷോപ്പുകാരൻ പറയടാ ഞാൻ കടയടയ്ക്കാൻ പോകുന്നു, നിനക്ക് വീട്ടിൽ പോകണ്ടായോ? ഇവൻ പറയും ഇച്ചിരി കൂടി ഇരിക്കട്ടെന്ന്. എന്ന് പറഞ്ഞാൽ അവന് വീടിനേക്കാൾ സുഖം ബാർബർ ഷോപ്പാ. മനസ്സിലായില്ലേ? വീടോടടുത്തു എന്ന് കേൾക്കുമ്പോൾ നിനക്ക് സന്തോഷമില്ലെങ്കിൽ അർത്ഥം വീട്ടിൽ പോയിട്ടും വലിയ കാര്യമില്ല. അതിനൊരു ദൂതൂടെ ഞാൻ പറഞ്ഞേക്കാൻ. നിന്റെ ഭാര്യ, നിന്റെ ഭർത്താവ്, നിന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും കേട്ടോ, വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചാൽ അവർ വേഗം മടങ്ങി വരാൻ കൊതിക്കുന്നിടമായി നിന്റെ വീട് തീരണം. വേറെ ഇടമില്ലാത്തതുകൊണ്ട് വന്നു കയറുന്നിടമല്ല. ഈ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് നിന്റെ വീടായിരിക്കണം. സ്വതന്ത്രം. വീടിനോടടുക്കുമ്പോ ഭീതിയല്ല, സന്തോഷം നിന്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാകണം. അത് യേശു ഉണ്ടായാലേ ഒക്കത്തുള്ളന്നേ, ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായാലേ ഒക്കെ ഉള്ളന്നേ. ഈ വീടോടടുത്തിട്ടും സ്തോത്രം, വീട്ടിലെത്താറായെന്നറിഞ്ഞിട്ടും യാത്ര തീരാറായെന്നറിഞ്ഞിട്ടും സന്തോഷമില്ലെങ്കിൽ അവിടെ ചെന്നിട്ടും വലിയ പ്രയോജനമില്ലെന്നാ. മൂന്നാമത്തെ കാര്യം, യാത്ര തീരാറായെന്നറിയുമ്പോൾ, വീടോടടുത്തു എന്നറിയുമ്പോൾ നിനക്ക് സന്തോഷമില്ലെങ്കിൽ ആ വീടിനെ കുറിച്ച് അറിയേണ്ടതുപോലെ ഇതുവരെ നീ അറിഞ്ഞിട്ടില്ല. സത്യത്തിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ചുമ്മാ അത് കിട്ടാൻ പോകുന്നു, ഇത് കിട്ടാൻ പോകുന്നു, പാടിച്ചോ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞതിനേക്കാൾ എല്ലാം ദൈവദാസന്മാരൊക്കെ ഈ നിത്യതയെക്കുറിച്ച് പ്രസംഗിക്കുന്ന എനിക്ക് സന്തോഷമാണ്. ഇതൊക്കെ എന്നാ കിട്ടാനാ, എവിടെ കിട്ടാനാ? അങ്ങെത്തുന്നതല്ലേ പ്രധാനം. ഒരു ദൈവ പൈതൽ പ്രത്യാശയോട് ജീവിക്കാൻ മാത്രമല്ല, പ്രത്യാശയോട് മരിക്കാനും പഠിപ്പിച്ചോണം. സ്തോത്രം, സ്തോത്രം. എൻ പ്രിയൻ പാർപ്പിടം മനോഹരാഹർമ്യം, എൻ പ്രിയൻ പാർപ്പിടം കൈടിച്ചേ
മുത്തുകളാൽ നിർമ്മിതമാം 12 ഗോപുരം, മുത്തുകളാൽ നിർമ്മിതമാം 12 ഗോപുരം, കണ്ടാലും തേച്ചിടാൻ. ചേർന്ന് പാടിയേ. ായി വാണിടാ എന്നാത്മാവു വാഞ്ചിക്കുന്നേ, ഞാൻ എന്നോ ചേരുമോ? എന്നാത്മാവു വാഞ്ചിക്കുന്നേ, ഞാൻ എന്നോ ചേരുമോ? ശുദ്ധരിൻ ശോഭന അവകാശമാശേ, ശുദ്ധരിൻ ശോഭന അവകാശമാശേ, പ്രാപിപ്പാനാഗ്രഹത്താൽ വാഞ്ചിക്കുന്നേ എന്നുള്ള, പ്രാപിപ്പാനാഗ്രഹത്താൽ വാഞ്ചിക്കുന്നേ എന്നുള്ള. ഓ അവനിടം വിട്ടു ശരീരബദ്ധനായി, അവനിടം വിട്ടു ശരീരബദ്ധനായി, ലോകേ വലഞ്ഞലഞ്ഞാൽ വീടോടടുക്കുമേ, ലോകേ വലഞ്ഞലഞ്ഞു ഞാൻ വീടോടടുക്കുമേ. എന്നല്ല തീർന്നു ഞാൻ ഹല്ലേലൂയാ പാടും, എന്നല്ല തീർന്നു ഞാൻ ഹല്ലേലൂയാ പാടും. മന്നവനാമേശുവിനോടു കൂടെ വാണിടും, മന്നവനാമേശുവിനോടു കൂടെ വാണിടും. അവിടെ നിൽക്കണം. ഈ 100-ാം സങ്കീർത്തനം വരെ പരാതി പറച്ചിലാണ്, പരിതോപനങ്ങളാണ്. 100-ാം സങ്കീർത്തനം കഴിഞ്ഞാൽ പിന്നെ ഹല്ലൽ ഗീതങ്ങളാണ്, പിന്നെ പരാതിയും പരിഭവമൊന്നുമില്ല. ഇതൊക്കെ കേൾക്കുമ്പം ഗുണപ്പെടാത്തവൻ ഞെട്ടണം. ഭാവി കാലം ഓർക്കുമ്പോൾ നിനക്ക് ഭീതിയാണോ പുഞ്ചിരിയാണോ? തൻ്റെ ഇടത്തോടെ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഞാൻ ഈ അല്ലൽ തീർന്നെന്ന് പാടുമ്പോൾ അല്ലെലുയ പാടുമെന്ന് നിങ്ങൾ പാടണം. ഈ നാട്ടുകാർ കേൾക്കട്ടെന്ന്. നിനക്ക് പ്രത്യാശ ഉണ്ടെങ്കിലേ പാടാവുള്ളൂ കേട്ടോ. കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ, പിന്നെ കൈയടിച്ചാൽ മതി. കൈ ഉയർത്തിക്കേ. എന്നല്ലൽ തീർന്നു ഞാൻ. ശബ്ദത്തിൽ എന്നാൽ കൈ ഉയർത്തിപ്പിടി. ഹല്ലേലൂയാ ശക്തിയോടെ. ഓ എന്നല്ലൽ തീർന്നു ഞാൻ ഹല്ലേലൂയാ പാടും, എന്നല്ലൽ തീർന്നു ഞാൻ ഹല്ലേലൂയാ പാടും, എന്നല്ലൽ തീർന്നു ഞാൻ ഹല്ലേലൂയാ. കഴിച്ചോ. ഓ വല്ലാപനാമേശുവോടു കൂടെ വാണിടും, വല്ലാപനാമേശുവിനോടു കൂടെ വാണിടും. ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും, ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും. കർത്താവിനോടു കൂടെ നിത്യവസമേ, കർത്താവിനോടു കൂടെ നിത്യവസമേ. എന്നല്ലൽ തീർന്നു ഞാൻ ഹല്ലേലൂയാ പാടൂ, എന്നല്ലൽ തീർന്നു ഞാൻ ഹല്ലേലൂയാ പാടൂ. മന്നവനാമേശുവിനോടു കൂടെ വാണിടും, മന്നവനാമേശുവിനോട് കൂടെ വാണിടും. എന്തോ പ്രത്യാശയാണ്. മരണം ഭക്തന് കുടിലിന് കൊട്ടാരത്തിലേക്കുള്ള ട്രാൻസ്ഫറാണ്. മരണം ഭക്തന് വിശ്രമ നാട്ടിൽ പോകുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന പാസ്പോർട്ടാണ്. മരണം ഭക്തന് നഷ്ടമല്ല, ലാഭമാണ്. ഇവിടെ മറയുന്നു, അവിടെ തെളിയുന്നു. ഹല്ലേലൂയ. ഇവിടെ അസ്തമിക്കുന്നു, അവിടെ ഉദിക്കുന്നു. ഇവിടെയുള്ള ജനത്തെ വിട്ട് അവിടെയുള്ള ജനത്തോട് ചേരുന്നു. കർത്താവിൻ്റെ ഇങ്ങേ വശത്തുനിന്ന് അങ്ങേ വശത്തേക്ക് മാറുന്നു. തൻ്റെ ഇടത്തോടെ ശക്തിയോടെ സ്തോത്രം പറ. കൈകൾ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. സുവിശേഷം മരണഭയം അകറ്റുന്നതാ. നിനക്ക് രാത്രി മരണഭയമുണ്ടോ? മരണഭയം മാറി യേശുവിൽ സന്തോഷിപ്പാൻ ഈ രാത്രി കർത്താവിൻ്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കട്ടെ. ഒരു ഭക്തനും മരണം വിശ്രമ നാട്ടിൽ പോകാനുള്ള പാസ്പോർട്ടാണ്. ഈ അമേരിക്കക്കാരും ശവോടക്കെന്ന് പറയില്ല, അവർ പറയും ഹോം ഗോയിങ് സർവീസ്, സ്വന്തം നാട്ടിലേക്കുള്ള യാത്രയിപ്പാണ്. അതാ ഇപ്പോൾ പേടിയേ. ഞാൻ നിർത്തേണ്ട സമയമായി. ഞാൻ പറഞ്ഞല്ലോ എന്ത് ചെയ്യണം എന്ത് ചെയ്യാതിരിക്കണം. ടൈം ഈസ് അറ്റ് ഹാൻഡ്, നൗ ഈസ് അറ്റ് ടൈം. ഏതാണ്ട് 30ഓളം കാര്യം നാം ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമുണ്ട്. അതിപ്രധാനമായും 3-4 കാര്യങ്ങൾ പറഞ്ഞ് കൃത്യസമിതി ഞാൻ നിർത്തും. കാരണം നിങ്ങൾക്കറിയാം കട്ട്ഷോട്ട് ചെയ്ത് ഞാൻ പോകുന്നതിൻ്റെ അർത്ഥം സമയമില്ലാത്തതുകൊണ്ടാണ്. എന്ത് ചെയ്യണം എന്ന് ചെയ്യാൻ പാടില്ല. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഗേഹസിയോട് ഏലീശ ചോദിക്കുന്നു. വായിച്ചു പെട്ടെന്ന് വായിച്ചു. നിന്നെ എതിരേറ്റപ്പോൾ എന്റെ ഹൃദയം നിന്നോടുകൂടെ പോരുന്നില്ലയോ? ദ്രവ്യ സമ്പാദിപ്പാനും വസ്ത്രം
ഒലിവുതോട്ടം, ആ. മുന്തിരിത്തോട്ടം, ആ. ആടുമാടുകൾ, Yes. ദാസി ദാസന്മാർ ആ. എന്നീ വക മേടിപ്പാനും ആ. ഇതാകുന്നുവോ സമയം? ഇതാകുന്നു സമയം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഇപ്പോൾ. ഒന്ന് പറഞ്ഞേ. നിങ്ങൾ പറയുന്നത് കേൾക്കട്ടെ. ഇപ്പോൾ ഇതിനോ ഇതിനോ സമയം. സമയം. എല്ലാ ദൈവമക്കളും എപ്പോഴും ചോദിക്കണം, ഇപ്പോൾ പറഞ്ഞാട്ടെ, ഇപ്പോൾ ഇപ്പോൾ ഇതിനോ സമയം. എപ്പോൾ അതിനാണോ സമയം? ഇപ്പം അടിയുണ്ടാക്കാനാണോ സമയം? ഇപ്പം വഴക്ക് കൂടാനാണോ സമയം? ഇപ്പം പിണങ്ങിയിരിക്കാനാണോ സമയം? ഇപ്പം ഇതിനാണോ സമയം? ഈ പ്ലെയിൻ യാത്ര ചെയ്യുന്നവർക്കറിയാം, ഒരു കപ്പൽ, അതിലേക്ക് പറഞ്ഞിട്ട് ഞാൻ പ്ലെയിൻ്റെ കാര്യം പറയാം. ഒരു കപ്പൽ കൂട്ടിയിടിക്കുക. കപ്പലിൽ സാധാരണ ലൈഫ് ബോട്ടുകളുണ്ട്, ലൈഫ് ബോട്ട്. ഒരു കപ്പൽ ഇടിച്ചാൻ തുടങ്ങി, മുങ്ങാൻ തുടങ്ങിയപ്പം ലൈഫ് ബോട്ട് ഇറക്കിയിട്ട് ക്യാപ്റ്റൻ വിളിച്ചു പറഞ്ഞു, എല്ലാവരും ഓടിക്കയറുക ലൈഫ് ബോട്ടിലേക്ക്. പക്ഷേ അന്നേരം ഒന്നും എടുക്കാനൊക്കില്ല. ഈ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, പ്ലെയിനിൽ ഇങ്ങനെ വരുമ്പം, പ്ലെയിനിൽ കയറിയിരിക്കുമ്പം തന്നെ പോകുന്നവർക്കറിയാം, ഈ ഫ്ലൈറ്റ് അറ്റൻഡേഴ്സ്, ഹെയർ ഹോസ്റ്റസ് നമ്മുടെ മുമ്പിൽ വന്ന് കൈക്കറി കാണിക്കും. എന്താ പറയുന്നത്, ഇത് അങ്ങോട്ട് പോകുമ്പം ഓക്സിജൻ കിട്ടാതെ വരും ചിലപ്പം. അപ്പോൾ ഓക്സിജൻ മാക്സ് ഇങ്ങോട്ട് വരും, അത് മൂക്കിലോട്ട് വെച്ച് ഒന്ന് വലിച്ചു കയറ്റണം. ആദ്യം നിങ്ങൾ വലിച്ചു കയറ്റണം, പിന്നെ പിള്ളേരുടെ മൂക്കി വെച്ച് കൊടുക്കണം. ഇത് വീഴുവാണ്, കടലിലായിരിക്കും വീഴുന്നത്. അവർ ലൈഫ് ജാക്കറ്റ് എടുത്തിടണം, അത് എന്ന് ഊതി വീർപ്പിക്കണം, അത് ലൈറ്റ് ഇടണം, പിന്നെ വിഷിൽ ഷൂ നടിക്കണം. പിന്നെ അടിയന്തര ലാൻഡിങ് ആകുമ്പം ഈ ഒരു പ്രത്യേക വാതിലിരിക്കുന്നതോട് പറയാം, അവിടെ പ്രത്യേക ലാൻഡിങ് ഗോവേണി വരും. അവിടെ പെട്ടിയെടുക്കരുത്, എമർജൻസിയിൽ പെട്ടിയെടുക്കരുത്, പാസ്പോർട്ട് എടുക്കരുത്, ഡോളർ എടുക്കരുത്. ഇതേ കൂടെ ഷുർന്ന് നിരങ്ങി അങ്ങോട്ട് പോകണം. 15 ലക്ഷം ഡോളർ കൊണ്ട് വരുവാണെങ്കിൽ എടുക്കത്തില്ല. ഇങ്ങോട്ട് ഇരിപ്പ് കണ്ടിട്ട് അതുകൊണ്ട് എഴുതും തോന്നുന്നു, ഒന്നും എടുക്കാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ ഞാനിത് കയറുമ്പോൾ ഇപ്പം ഇത് ശ്രദ്ധിക്കത്തേ ഇല്ല. കാരണം ഇത് താഴോട്ട് പോയാൽ പിന്നെ പോക്കാം. പിന്നെ വിഷ്ണുത്തും നടക്കത്തില്ല, ശൂശൂവിളിയും നടക്കത്തില്ല. ഓരോ ടേക്ക് ഓഫും ഓരോ ലാൻഡിങ്ങും ദൈവത്തിൻ്റെ കൃപയാണ്. ഓ, സ്വതന്ത്ര ശക്തിയോട് പറഞ്ഞാട്ട് അതോ ഒന്നും എടുക്കാക്കത്തില്ല. അങ്ങനെ ഒരു കപ്പൽ ഇടിച്ചു, ലൈഫ് ബോട്ട് ഇറക്കി, ക്യാപ്റ്റൻ വിളിച്ചു പറഞ്ഞു, ഓടി രക്ഷപ്പെടുക, എല്ലാം ഇട്ടിട്ട് ഓടുക. യാത്രക്കാർ മുഴുവൻ അവരുടെ ബാഗും പെട്ടിയും ഡോളറും സ്വർണവും വെള്ളിയും എല്ലാം ഇട്ടിട്ട് ഓടുക ലൈഫ് ബോട്ടിലേക്ക്. അങ്ങനെ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുമ്പം അതിനകത്ത് ഒരുത്തൻ ഓടി നടന്ന് അവരിട്ടിട്ട് പോയതെല്ലാം വാരിക്കൂട്ടുക. പെട്ടി, സ്വർണം, വെള്ളി എല്ലാം വാരിക്കൂട്ടുക. ആരാണ്ട് ചോദിച്ചടാ, നിനക്ക് രക്ഷപ്പെടണ്ടായോടാ? അവൻ പറഞ്ഞു, എൻ്റെ ആയുസിൽ ഇത്രയും സ്വർണവും വെള്ളിയും ഡോളറും ഒന്നും കണ്ടിട്ടില്ല, ഇതിൻ്റെ ഇടയിൽ കിടന്ന് ചത്താലും വേണ്ടില്ലെന്ന്. എൻ്റെ ദൈവദാസ, ചിലരുടെ പരാക്രമം കണ്ടിട്ട് ഇതിൻ്റെ ഇടയിൽ കിടന്ന് ചത്താലും വേണ്ടില്ലെന്ന്. നിനക്ക് വേണ്ടതൊക്കെ ദൈവം തന്നിട്ടുണ്ട്, അനുഭവിച്ചു. പക്ഷെ കാഹളനാദം കേൾക്കുമ്പോൾ മേളോട്ട് കുതിക്കാൻ ഇത് തടസ്സമാകരുത്. കൈയൊന്ന് ഉയർത്തിയാട്ടി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച്. ഇപ്പം ഇതിനാണോ സമയം? ഞാൻ ഈ വിവാഹത്തിനിടയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നാളെ അടുത്ത ആഴ്ച 4 കല്യാണമുള്ളത്. ഒരു ബസ്സിലൊരു പെങ്കൊച്ച് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ഒഴിഞ്ഞ് കിടക്കുക. ഒരു അമ്മച്ചി വന്ന് കയറി. അമ്മച്ചിയുടെ ഒരു ബാഗ് ഉണ്ട്, അവൾ അതേ വെച്ചു. അമ്മച്ചി ആ സീറ്റിൽ വെച്ച് അമ്മച്ചി കയറ്റുന്നു. എന്നിട്ട് ഈ കൊച്ചിനെ തിക്കുക. കുറേ നേരം കൊണ്ട് അസഹിഷ്ണുതയായിരിക്കുക. ഉടനെ അവിടെ നിന്നൊരു യാത്രക്കാരൻ ചോദിച്ചു, പെങ്കൊച്ചേ, നിനക്ക് അമ്മച്ചിയോട് പറയരുതോ, തള്ളയോട് പറയരുതോ പെട്ടി താഴെ വെച്ചിട്ട് മര്യാദയ്ക്ക് ഇരിക്കാൻ? നീ എന്തിനാ സഹിക്കുന്നേ? ഉടനെ ഈ പെങ്കൊച്ച് പറഞ്ഞു, ഞാനിതിൽ യാത്രക്കാരിയാണ്, ഈ അമ്മച്ചി യാത്രക്കാരിയാണ്. ഞങ്ങൾ ആരാദ്യം ഇറങ്ങുമെന്ന് അറിഞ്ഞുകൂടാ. ഒന്നുകിൽ അമ്മ ആദ്യം ഇറങ്ങും, ഇല്ല ഞാൻ ഇറങ്ങും. ഞങ്ങൾ ഇതിനകത്ത് അല്പസമയം മാത്രമേ ഉള്ളൂ. ഈ അല്പസമയം വഴക്കുണ്ടാക്കാനുള്ളതല്ല. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? നിന്റെ പപ്പ നിന്റെ കൂടെ എത്ര നാൾ കാണുമെന്നറിയാമോ? നിന്റെ മമ്മി നിന്റെ കൂടെ എത്ര നാളുണ്ടെന്നറിയാമോ? നിന്റെ പ്രിയപ്പെട്ടവൾ എത്ര നാളുണ്ടെന്നറിയാമോ? ഈ ആയുസ് വഴക്കുണ്ടാക്കരുത്, സമാധാനം കെടുത്തരുത്, സ്വസ്ഥത കളയരുത്. കൈയുയർത്തി സ്തോത്രം പറയാമോ? എൻ്റെ 7ാമത്തെ വയസ്സിൽ എൻ്റെ അപ്പൻ്റെ ഡെഡ് ബോഡിയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞവനാണ്. എനിക്കറിയാം വേർപാടിൻ്റെ ദുഃഖം. അമേരിക്കയിലെ ഏറ്റവും വലിയ കോൺഫറൻസിൽ, ലോകത്തിലെ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്റർ പോൾ യോഗിച്ചോടൊപ്പം പ്രസംഗിക്കാൻ നിൽക്കുമ്പോഴാണ് എൻ്റെ മമ്മി എന്നോട് യാത്ര ചോദിക്കാതെ പോയത്. ഇത്രയേ ഉള്ളൂ ജീവിതം. മക്കളെ, സമാധാനം കൊടുക്കണം കേട്ടോ, സ്വസ്ഥത കൊടുക്കണം. ഇപ്പോൾ ഇതിനാണോ സമയം? 2 30:30 ഉൽപ്പത്തി പുസ്തകം 30:30 ഇനിയും യാക്കോബ്, ഇനിയും ഞാൻ എൻ്റെ സ്വന്തം ദേശത്തിന് വേണ്ടി
എപ്പോൾ കരുതും. എല്ലാം പറയുന്നില്ല. ഞാൻ എൻ്റെ സ്വന്തം ദേശത്തിന് വേണ്ടി കുറിച്ചിട്ടോണേ. ഒരുമിച്ചൊന്ന് പറഞ്ഞേ, ഞാൻ എൻ്റെ സ്വന്തം ദേശത്തിന് വേണ്ടി എപ്പോൾ കരുതും. അതാ ഞാൻ ചോദിക്കുന്നേ. കൺവെൻഷൻ തീരുക നാളെ സഭായത്തോട്. ഇനി എന്നാ സുവിശേഷ വേല ചെയ്യുന്നേ? ഇനി എന്നാ ആത്മാക്കളെ നേടുന്നേ? ഇനി എന്നാ കർത്താവിന് വേണ്ടി വല്ലതും ചെയ്യുന്നേ? നിത്യതയ്ക്ക് വേണ്ടി എന്താ ചെലവെന്ന് നിങ്ങൾ ഇച്ചിരി പേടിക്കുമെന്ന് എനിക്കറിയാമെങ്കിൽ ഇന്ന് പറഞ്ഞേക്കട്ടെ. അതായത് മനുഷ്യൻ്റെ ആയുസ് 70 ഏറെയായാൽ ഒന്ന് പറയുന്നേ. അവസാന നിമിഷമല്ലേ? എല്ലാവരും ഒന്ന് കൈയടിച്ചേ ശക്തിയോടെ. നിങ്ങൾ ഒന്ന് ഉണർന്നിരുന്ന കണ്ടിട്ട്. 70 ഏറെയായാൽ 80. നിങ്ങൾക്കിനി പോവില്ല അല്ലെ? നമുക്കിനി പോയി. ഞാൻ ഉൾപ്പെടെ ഇനി എത്ര ദിവസത്തോടെ ഉണ്ടെന്ന് പറയാൻ പോവാം. അപ്പോൾ ഒരു വർഷമെന്ന് പറഞ്ഞാൽ 365 ദിവസമാണ്. നിങ്ങൾക്ക് 10 വയസ്സായെങ്കിൽ 80 വയസ്സ് വരെ നിങ്ങളിവിടെ ജീവിക്കുമെങ്കിൽ ഇനി നിങ്ങൾക്കിവിടെ 25,550 ദിവസം കൂടെ ഉള്ളൂ. നിങ്ങൾക്ക് 20 വയസ്സായെങ്കിൽ 80 വയസ്സ് വരെ ഉണ്ടെങ്കിൽ 21,900 ദിവസം കൂടെ നിങ്ങൾക്ക് ഇനി ഉള്ളൂ. പോയി നിങ്ങൾക്ക് 30 വയസ്സായെങ്കിൽ നിങ്ങൾ 80 വയസ്സ് വരെ ജീവിച്ചാൽ നിങ്ങൾക്ക് ഇനിയും 18,250 ദിവസം കൂടെ ഉള്ളൂ. നിങ്ങൾക്ക് 40 വയസ്സായെങ്കിൽ ഇനി നിങ്ങൾക്കിവിടെ 14,650 ദിവസം കൂടെ ഉള്ളൂ. ബാക്കി വായിക്കണോ? നിങ്ങൾക്ക് 50 വയസ്സായെങ്കിൽ നിങ്ങൾക്ക് ഇനിയും 10,950 ദിവസം കൂടെ ഉള്ളൂ. നിങ്ങൾക്ക് 60 വയസ്സായെങ്കിൽ 7,300 ദിവസം കൂടെ ഉള്ളൂ. നിങ്ങൾക്ക് 70 വയസ്സായെങ്കിൽ 3,650 ദിവസം കൂടെ ഉള്ളൂ. നിങ്ങൾക്ക് 80 വയസ്സായെങ്കിൽ ദീർഘായുസ് കൊണ്ട് ദൈവം നിങ്ങളെ തൃപ്തിപ്പെടുത്തട്ടെ. ഒരമ്മ കടയിൽ പോയി നല്ല മധുരമുള്ള ഹൽവ വാങ്ങിക്കൊണ്ട് വന്നു. മോനൊരു കഷ്ണം കൊടുത്തു, കൊച്ചു പയ്യന്. അവൻ ഹലുവായി ഒന്ന് കടിക്കും, കരയും. ഒന്ന് കടിക്കും, ഒന്ന് കരയും. അമ്മ വന്ന് ചോദിച്ചു, മോനെ ഈ മധുരമുള്ള ഹലുവ തന്നിട്ട് നീ എന്തിനാടാ കരയുന്നേ? അവൻ പറഞ്ഞു, അമ്മച്ചി ഹലുവ മധുരമുള്ളതാ, പക്ഷെ കടിക്കും തോറും തീരുക. കടിക്കും തോറും ഓരോ ഞായറാഴ്ച കഴിയും തോറും തീരുക. വിട്ടുപോകുന്നിടത്തേക്കുള്ള ദൂരം വർദ്ധിക്കുകയും ലക്ഷ്യസ്ഥാനത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. അവനിടം വിട്ട് ശരീരബദ്ധനായി ലോകെ വലഞ്ഞലഞ്ഞെന്റെ വീടോട് ഞാൻ അടുക്കുന്നു. ഒന്ന് ശക്തിയോട് കരം പഠിച്ച് സ്തോത്രം പറ. സ്നേഹിതാ, മാനസാന്തരപ്പെടുക, മടങ്ങി വരിക, രക്ഷിക്കപ്പെടുക. നിത്യ വീടിന് അടുക്കുന്നു. അപ്പൊ 1, ഇപ്പോൾ ഇതിന് സമയം. 2, എൻ്റെ ദേശത്തിന് വേണ്ടി എപ്പോൾ കരുതും. 3, ഇവിടെ ഓരോരുത്തരും ചെയ്യുന്ന പോലെ നാം ചെയ്യരുത്. വേഗത്തിൽ വായിച്ചോ സിസ്റ്ററെ. ഡ്യൂട്ടോണമി, ആവർത്തന പുസ്തകം 12-ാം അധ്യായം 8-9 വാക്യങ്ങൾ. ആവർത്തനം 12-8-9. വായിക്കും. നാം ഇന്ന് ഇവിടെ ഓരോരുത്തൻ താൻ ബോധിച്ചവരൊക്കെ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യരുത്. കാരണം എന്താ? ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന സ്വസ്ഥതയ്ക്കും അവകാശത്തിലും. കയ്യൊന്നുയർത്തി സ്തോത്രം പറഞ്ഞ് നിങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല. മക്കളെ, ലൈവായി ദൂരെ നിന്ന് കേൾക്കുന്ന കുഞ്ഞെ, നമ്മുടെ വാഗ്ദത്ത കനാൻ ജർമ്മനി അല്ല, ഫ്രാൻസ് അല്ല, ഇറ്റലി അല്ല, USA അല്ല. അവിടെ ഇതുവരെ നമ്മൾ എത്തിയിട്ടില്ല. നമ്മളെങ്ങോട്ടുള്ള യാത്രയിലാണ്. അതുകൊണ്ട് ഇവിടെ ഓരോരുത്തരും ചെയ്യുന്നവർ നീ ചെയ്യരുത്. നീ പാർക്കുന്ന നാട്ടിൽ അവൻ 10 കെട്ടും, നീ കെട്ടരുതെന്ന്. ആണും പെണ്ണും അവലക്ഷണമായി ചെയ്യും, നീ ചെയ്യരുത്. കാരണം ദൈവമായ കർത്താവ് നിനക്കെന്ന രാജ്യത്തോട്ട് നീണ്ട യാത്രയില്ല. നമ്മളവിടെ എത്തിയിട്ടില്ല. സ്തോത്രം. പിന്നെ വേഗത്തിൽ പറഞ്ഞു നിർത്താം. വേദോസ് ഒരു വാക്യമുണ്ട്, ഞാൻ പറഞ്ഞു ചെയ്യേണ്ടാത്ത. ലൂക്കോസ് വിശേഷം 14-ാം അധ്യായം. ലോത്തിന്റെ ഭാര്യയെ ഒന്ന് ഓർമ്മയൊക്കെ പറഞ്ഞു. ലോത്തിന്റെ ഭാര്യയെ കർത്താവ് നന്ന മുന്നറിയിപ്പാണ്. അത് യേശു കർത്താവ് പറഞ്ഞതാ. എന്താ ലോത്തിന്റെ ഭാര്യ ഓർക്കാൻ പറഞ്ഞേ? ഭക്തനായ മിസ്റ്റർ ലോത്തിന്റെ വീട്ടിൽ പാർത്ത മിസ്സിസ് ലോത്ത് ഭക്തയാണെന്ന് എല്ലാവരും ചിന്തിച്ചു. പക്ഷെ കുടിയൊഴിപ്പിക്കലിനെ കാകളം നനിച്ചപ്പോൾ ആരാന്ന് മനസ്സിലായത്. ഈ രാത്രി ഞാൻ മുന്നറിയിപ്പ് തരട്ടെ. ഭാര്യയെ കളിപ്പിച്ച് ഭക്തി അഭിനയിക്കുന്ന ഭർത്താവിൻ്റെയും, ഭർത്താവിനെ കളിപ്പിച്ച് ഭക്തി അഭിനയിക്കുന്ന ഭാര്യയുടെയും, അപ്പനെ അമ്മയും കളിപ്പിച്ച് ഭക്തി അഭിനയിക്കുന്ന മക്കളുടെയും, പാസ്റ്ററെ കളിപ്പിച്ച് ഭക്തി അഭിനയിക്കുന്ന വിശ്വാസിയുടെയും പുറം മൂടികൾ കാകളനാദത്തിങ്കൽ അഴിഞ്ഞു വീഴും. ഭക്തിയുടെ അഭിനയമല്ല നമുക്കാവശ്യം, ഭക്തിയുടെ അനുഭവം അത്രേ നമുക്കാവശ്യം.
ഇതിൽ കൂടുതൽ എന്നാ മുന്നറിയിപ്പ് കൊടുക്കാനാ, എന്നാ പ്രസംഗിക്കാനാ? ലോത്തിന്റെ ഭാര്യ ഓർത്തുകൊള്ളി. പിന്നെ ഓരോന്നും ജ്യേഷ്ഠാവകാശം വിൽക്കരുത്. ഇബ്രായലേഖനം 12, 14, 17. എന്താ അതിന്റെ അർത്ഥം? വിശന്ന് കയറി യാക്കോവ് വന്നപ്പോൾ, ഏശാവ് വന്നപ്പോൾ യാക്കോവിനോട് പായസം ചോദിച്ചു. അവൻ പറഞ്ഞു തരാം, പക്ഷെ എന്ത് തരണം? ഉടനെ അവൻ പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിനാ ചോദിക്കുക? എന്തിനാ? ജ്യേഷ്ഠാവകാശത്തിന്റെ വില അവൻ അറിഞ്ഞുകൂടാ. കുടുംബം, ഗോത്രം എന്നുള്ള ഭരണം, കുടുംബസ്വത്തിൽ ഇരട്ടിപ്പങ്ക്, മസിയാജനം. ചുരുക്കം പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ വല്യപ്പച്ചനാകാനുള്ള ഭാഗ്യമാ ഒരു പായസത്തിന് അവൻ വിറ്റത്. മക്കളെ, കുഞ്ഞെ, ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരി, ഒരു പെണ്ണിനെ കിട്ടാൻ, ചെറുപ്പക്കാരാ, ഒരു ചെറുക്കനെ കെട്ടാൻ, ഒരു മദ്യത്തിന് വേണ്ടി, ഒരു സിഗരറ്റിന് വേണ്ടി, ഭൗതിക സുഖത്തിന് വേണ്ടി, ജഡിക സുഖത്തിന് വേണ്ടി നീ യേശുവിനെ ക്രൂശിക്കരുത്. മണ്ണെ പ്രതി മാണിക്യം വെടിയരുത്, നിത്യത കളയരുത്. ഒരു പെണ്ണിനെ കിട്ടാൻ വേണ്ടി നിത്യത കളയരുത് കേട്ടോ. പിന്നെ വായത്താൽ ചതിക്കപ്പെടരുത്. സർപ്പം ഹൗവയുവയത്തെ, ഞാൻ കട്ട്ഷോട്ട് ചെയ്ത് പറയാം, 1 മണിക്കൂർ വേണം ഇത് പറഞ്ഞിരിക്കണേ. ചതിക്കപ്പെടരുത്. എന്താ പറഞ്ഞ അർത്ഥം? എന്താ? രക്ഷിക്കപ്പെട്ടില്ലേലും കുഴപ്പമില്ല, സ്നാനപ്പെട്ടില്ലേലും കുഴപ്പമില്ല, വേർപെട്ടില്ലേലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ആരും നിന്നെ വഞ്ചിക്കരുത്. യേശു കർത്താവ് മടങ്ങി വരുന്നത് ചുളക്കം വാട്ടമില്ലാത്ത തൻ്റെ കാന്തയെ വെളിയഴിപ്പാൻ വേണ്ടിയാണ്. നന്നേ നിങ്ങൾ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടവർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ സ്നാനപ്പെടണം. സ്നാനപ്പെട്ടവൻ വേർപാണ്ട് വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കണം. യേശു വരാറായി. ഒന്നുകൂടെ കൈ ഉയർത്തിയാട്ടി സ്തോത്രം പറ. ചില കാര്യങ്ങൾ വിട്ട് ഞാൻ പറയാം. നമ്മൾ വായിച്ച വേദഭാഗം നമ്മൾ വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരാകണം. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 16 മുതലുള്ള വാക്യം ഒന്ന് വായിച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. അവർ ബേഥേലിന് യാത്ര പുറപ്പെട്ടു. എഫ്രാത്തയിൽ എത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഗേൽ പ്രസവിച്ചു. പ്രസവിക്കുമ്പോൾ അവൾക്ക് കഠിന വേദന ഉണ്ടായി. അങ്ങനെ പ്രസവത്തിൽ അവൾക്ക് കഠിന വേദന ഇരിക്കുമ്പോൾ സുതികർമ്മിണി അവളോട്, ഭയപ്പെടേണ്ട, ഇതും ഒരു മകനായിരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അവൾ മരിച്ചുപോയി. ജീവൻ പോകുന്ന സമയം അവൾ അവന് ബെനോനി എന്ന് പേരിട്ടു. അവന്റെ അപ്പനോ അവന് ബെന്യാമിൻ എന്ന് പേരിട്ടു. റാഗേൽ മരിച്ചിട്ട് അവളെ ബേത്ലഹേം എന്ന എഫ്രാത്തിന് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു. ബേത്ലഹേം എഫ്രാത്തോട് അടുത്തപ്പോൾ അവൾ മരിച്ചു. കൺക്ലൂഷൻ ഞാൻ പറയാം. വീടോടടുത്തിട്ടും വീട്ടിലെത്തിയില്ല എന്ന് പറയരുത്. അവൾ വീടോടടുത്തെങ്കിലും വീട്ടിലെത്തിയില്ല. കുഞ്ഞേ, ഫിനിഷിംഗ് പോയിന്റിൽ റൂട്ട് മാറിപ്പോകരുത്, ട്രാക്ക് തെറ്റരുത്, നാടൻ ഭാഷ പഠിക്കൽ കുടമുടയ്ക്കരുത്. നമ്മുടെ കർത്താവ് വരാറായി, കാഹളം ധ്വനിക്കാറായി. പ്രത്യാശയോടൊത്തോ ഭക്തന്മാർ നല്ലപോർ പൊരുതി ഓട്ടം ഓടി അങ്ങ് പോയി. വിശുദ്ധന്മാർക്ക്, ഭക്തന്മാർക്ക് ജീവിക്കാൻ കഴിയാത്തൊരു കാലം നമ്മളെത്തി. ഇന്നീക ശക്തികൾ അകലവും ഭക്തന് വിപരീതം, അകത്തും പുറത്തും യുദ്ധവാ. ആരെ മാതൃകയാക്കാനൊന്നുമില്ല. വിശ്വാസനായനും യേശുവിനെ നോക്കി ഓടിക്കണം. നമ്മുടെ ലക്ഷ്യം ഭാഗ്യകനാന, നിത്യകനാന. അവിടെ ചെല്ലാതിരിക്കരുത്. ഹല്ലേലൂയ. യേശു വരാറായി. ചിലരുടെ മാനസാന്തരപ്പെടാൻ ഇച്ഛിച്ച് അവൻ ദീർഘക്ഷമ കാണിക്കുക. നിങ്ങൾ ഇവിടുന്ന് പോകരുത്. എല്ലാവരും എഴുന്നേറ്റു, എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. യേശു വരാറായി. ഞാൻ 2 സ്റ്റാൻസ പാടിയിട്ട് മോനെ നിർത്തണം. അത് കഴിഞ്ഞ് നമ്മളൊന്നിച്ച് പാടും. മക്കരെ നടത്തിയ വിശുദ്ധ സംഘക്കാർ കാത്തുപാർക്കുന്നുണ്ടു നാമും ചേർന്നിടുവാനായി. കാത്തുപാർക്കുന്നുണ്ടു നാമും ചേർന്നിടുവാൻ. എങ്ങനാ? ആനന്ദകരം നീട്ടി ഏറ്റവും പുഞ്ചിരി തൂകി. ആനന്ദകരം നീട്ടി ഏറ്റവും പുഞ്ചിരി തൂകി. വെള്ളിച്ചിടുന്നു പോകാം നമുക്ക്, വെള്ളിച്ചിടുന്നു പോകാം. ഒരു നിമിഷം പാടുന്നതിന് മുമ്പ് എന്നെ ശ്രദ്ധിച്ചാണ്. എയർപോർട്ടുകളിൽ അനവധി കണ്ണുനീരുകൾ നമ്മൾ കാണാറുണ്ട്. യാത്ര അയക്കുന്നവരൊക്കെ കരയും. പണ്ടൊക്കെ 6, 7, 8 വർഷം കഴിഞ്ഞാൽ കാണാനൊക്കെ 4, 5 കഴിയും. ചിലപ്പോൾ 2 വർഷം. ഇപ്പം ഉടനെ കാണാം. അതുകൂടാതെ വീഡിയോയിൽ കാണാം, ലൈവിൽ കാണാം. പക്ഷെ എപ്പോഴും കരയാറുണ്ട്. യാത്ര അയക്കുന്നവർ കരയും. പക്ഷേ സ്വീകരിക്കാൻ നിൽക്കുന്നവർ കരഞ്ഞിട്ട് കണ്ടിട്ടുണ്ടോ? മോളെ കാണുമ്പോൾ അപ്പൻ്റെ കണ്ണ് നിറയും, മോനെ കാണുമ്പോൾ അമ്മയുടെ കണ്ണ് നിറയും. ആ കണ്ണുനീൻ്റെ പേരാണ് ആനന്ദത്തിൻ്റെ കണ്ണുനീർ. ഞാൻ വായിക്കാൻ കൊടുത്തെങ്കിലും വായിക്കാൻ നേരമില്ല. വെളിപ്പാട് ദിവസം പറഞ്ഞു, ദൈവം താൻ അവിടെ ദൈവമായിരിക്കും, അവനവിടെ കണ്ണിൽ നിന്ന്. ഞാൻ ചോദിച്ചു, കർത്താവേ, സ്വർഗത്തിലെ കണ്ണുനീരെന്നാ?
ഇവിടെയോ കണ്ണുനീരോ അവിടെയും കണ്ണുനീരോ? അതാണ് ആനന്ദത്തിന്റെ കണ്ണുനീർ. ഒരു ദൈവവൈതല്യത്തിലെത്തുമ്പോൾ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ മുഖാമുഖം കാണുമ്പോൾ അവന്റെ കണ്ണുകൾ നിറയും. ഒരു പാട്ടുകാരൻ പാടിയതുപോലെ, എനിക്കായി മുറിഞ്ഞവനെ കാണുമ്പോൾ ബാക്കി പറ, ഞാൻ കരഞ്ഞിടും. നമ്മുടെ കർത്താവിനെ മുഖാമുഖമായി കാണുമ്പോൾ ഓരോ ദൈവവൈതലും കരയും. ഞാൻ കരയും എൻ്റെ യേശുവപ്പച്ചനെ കാണും. നമ്മുടെ കർത്താവ് ഓരോ ഭക്തനെയും തന്റെ മാർവോട് ചേർത്ത് പിടിച്ച് ചുംബിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കർത്താവിന്റെ മാർവോട് ചാഞ്ഞിരിക്കുന്നൊരു ദൈവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. അപ്പോൾ തന്റെ കൈ കൊണ്ട് നമ്മുടെ കർത്താവ് കണ്ണുനീര് തുടച്ചു മാറ്റും. അപ്പോൾ കണ്ണുനീർ വരുത്തുന്ന കണ്ണുനീർ ഗ്രന്ഥിയും തുടച്ചാൻ കളയും. ഇനി മരണമുണ്ടാകില്ല, ഇനിയും ദുഃഖവും മുറവിളിയും ഉണ്ടാകില്ല. അതാണ് ആനന്ദത്തിന്റെ കണ്ണുനീർ. അല്പകാലം കാണാതിരുന്നവരെ കാണുമ്പോൾ കണ്ണു നിറയുമെങ്കിൽ, ദീർഘകാലം മുമ്പ് നീ യാത്രയാക്കി നിന്റെ അപ്പനെ, നിന്റെ അമ്മയെ, നിന്റെ പ്രിയരായവരെ കാണുമ്പോൾ എത്ര സന്തോഷം. കണ്ണടയ്ക്കാം, പ്രാർത്ഥിച്ചിട്ട് ആരാധിക്കാം. യേശു കർത്താവ് വരാറായി. ഏതവസരമാണ് ജീവിതത്തിലെ ശീലം വീഴുന്നറിയില്ല. സോഷ്യൽ മീഡിയ ഒക്കെ തുടക്കാൻ പേടിയാ. ഒരു ദിവസമെങ്കിലും വിലത്തോടിരിക്കുന്ന കൃപയാ. എപ്പോൾ യേശു കർത്താവ് വന്നാലും പോകാൻ ഞാൻ റെഡിയാ. എനിക്കെൻ്റെ പ്രാണപ്രിയനെ കാണണം. എൻ്റെ അപ്പനോടൊപ്പം എനിക്ക് വസിക്കണം. എൻ്റെ കർത്താവിൻ്റെ വരവോ മരണമോ എന്തായാലും യേശുവേ, ഞാൻ കൈവിടപ്പെട്ടു പോകരുത്. എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ നിർമ്മലീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവർ കൈ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാട്ട് യേശുവേ എന്നൊന്ന് വിളിച്ചാട്ട്, യേശുവേ എന്നൊന്ന് വിളിച്ചാട്ട്. എന്നെ കഴുകണമേ, എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. അപ്പാ, നിന്റെ വരവിൽ ഞാൻ കൈവിടപ്പെടുന്നു. എൻ്റെ ഓട്ടവും അധ്വാനവും വൃഥാവാകില്ലേ. ഞങ്ങളുടെ കർത്താവേ, അടിയങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ ശുദ്ധീകരിക്കണേ, ഞങ്ങളെ വെടിപ്പാക്കണമേ. നിന്റെ വരവിൽ ഞങ്ങൾ എടുക്കപ്പെടുവാനിടയാകും. നിന്നത്തെ അനുഗ്രഹിക്കുന്നു. നിന്റെ കരിയമണമിൽ നീട്ടുന്നോർത്ത് സ്തോത്രം. യേശുവിൻ